ഹല്ലേലൂയ. കർത്താവിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ 10-ാം തീയതി, ഈ വർഷത്തിന്റെ രണ്ടാമത്തെ ഞായറാഴ്ച രാത്രി 2021 ആണ്ടിന്റെ ആമേൻ, അതെ, ഞായറാഴ്ച രാത്രി കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ, കർത്താവിനെ ആരാധിപ്പാൻ നമ്മുടെ ജീവിതത്തിൽ ഒരവസരം കൂടെ സ്വർഗത്തിലെ വലിയവനായ ദൈവം ദാനമായി നൽകിയ വിധങ്ങളെ ഓർത്ത് നന്ദിയോടെ കർത്താവിനെ കരം അടിച്ച് സ്തോത്രം ചെയ്താൽ, അതരങ്ങളെ തുറന്ന് നന്ദിയോടെ ദൈവത്തെ സ്തുതിച്ചാൽ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ ദൈവം എത്ര നല്ലവനാണ്. പറഞ്ഞു തീരാത്ത ദാനങ്ങളെ കൊണ്ട് ഓരോ നിമിഷവും അത്ഭുതകരമായി, അതിശയകരമായി ദൈവം നടത്തുന്ന വിധങ്ങളെ ഓർത്ത അനുഭവിക്കുന്നവർക്ക് മൗനമായി ഇരിക്കാൻ കഴിയത്തില്ല. എല്ലാ കണ്ണുകളും അടയ്ക്കാം. ഇന്ന് പകലിൽ നമ്മുടെ വീടുകളിൽ ഇരുന്നു കൊണ്ട്, നമുക്ക് ലഭിച്ച സാഹചര്യത്തിൽ ഇരുന്നു കൊണ്ട് നമ്മുടെ കർത്താവിനെ നമുക്ക് ആരാധിപ്പാൻ കർത്താവ് കൃപ ചെയ്തല്ലോ. ദൈവം നൽകിയ എല്ലാ നല്ല ദാനങ്ങളെ ഓർത്തുകൊണ്ട്, ദൈവം ചെയ്ത എല്ലാ നല്ല ആമേൻ വിടുതലുകൾക്കായി, ദൈവം നൽകിയ നല്ല അനുഭവങ്ങൾക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യാം. എല്ലാ കണ്ണുകളും അടച്ചാൽ, മഹാപരിശുദ്ധനും നിത്യന്റെ നീതിമാനുമായ നമ്മുടെ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, അനുഗ്രഹീതമായ ഈ നല്ല രാത്രിക്കായി കർത്താവേ ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഈ ആഴ്ചയുടെ പ്രാരംഭ ദിവസം കർത്താവിനെ ആരാധിപ്പാൻ കർത്താവ് കൃപ ചെയ്തു. ഈ രാത്രി ഞങ്ങൾ ഒരുമിച്ച് ഞങ്ങളുടെ സന്നിധിയിലേക്ക് അടുത്തു വരികയാണ്. സകല ബുദ്ധി കവിയുന്ന ദൈവിക സമാധാനം കൊണ്ട് എല്ലാവരും നിറച്ചാൽ, ആരെങ്കിലും ദുഃഖിതരായി രോഗത്തോടെ, ഭാരത്തോടെ, വേദനയോടെ, ആകുലതയോടെ ആയിരിക്കുന്നുവെങ്കിൽ സകല ബുദ്ധി കവിയുന്ന ദൈവിക സമാധാനം കൊണ്ട് എല്ലാവരും നിറയ്ക്കണമേ. പറഞ്ഞു തീരാത്ത ദാനങ്ങൾ നിമിത്തം നന്ദിയുള്ളവരായി അങ്ങേ അനുഗമിക്കുവാൻ കൃപ ലഭിച്ച ദൈവ മക്കൾ അനുദിന ജീവിതത്തിൽ അഭിമുഖീകരിക്കുന്ന സകല പ്രതിസന്ധികളെയും അതിജീവിക്കുവാൻ ഉയരത്തിൽ അഭിഷേകത്താൽ, ഉയരത്തിലെ കൃപകളാൽ നിറയ്ക്കുന്ന നിറവിനാൽ ഇന്ന് രാത്രി ജനത്തെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. കർത്താവേ, സന്തോഷത്തിന്റെ പരിപൂർണതയിലേക്ക് കൈപിടിച്ച് ഉയർത്തണമേ. വെല്ലുവിളിക്കുന്ന വെല്ലുവിളി ആമേൻ, അതെ, ഉയർന്നു നിൽക്കുന്ന മതിലുകൾ ആമേൻ, മുമ്പിലുള്ള തടസ്സങ്ങൾ ഒന്നും ഹല്ലേലൂയ ഒരു വ്യക്തിയും ആമേൻ, അതെ, നിരാശയ്ക്ക് കാരണമായി തീരാതെ അതിനകത്ത് നീക്കുപോക്ക് നൽകുന്ന സർവശക്തനായ ദൈവത്തിൽ ആശ്രയിച്ച് ജീവിപ്പാൻ തക്കവണ്ണം ഓരോരുത്തരെയും അങ്ങ് സഹായിച്ചാക്കാം. ബന്ധനമില്ലാത്ത ദൈവവചനത്തിന്റെ ശക്തി ഇന്ന് രാത്രി വചനം കേൾക്കുന്ന വ്യക്തി ജീവിതങ്ങളിൽ വെളിപ്പെട്ടു വരുവാനിടയാകട്ടെ. ചില രോഗികൾ സൗഖ്യമാകുവാൻ, ചില പാപികൾ മനം തിരിയുവാൻ, പിന്മാറ്റക്കാർ മടങ്ങി വരുവാൻ ഉതകത്തക്ക വിധത്തിൽ ആമേൻ, ബന്ധനമില്ലാത്ത ദൈവവചനത്തിന്റെ ശക്തിയാ ഇന്ന് രാത്രി ചില വ്യക്തികളെ രൂപാന്തരപ്പെടുത്തുവാൻ സ്വർഗം ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ക്രൂശിന്റെ മറവിൽ നിന്നുകൊണ്ട് അങ്ങയുടെ മാറ്റമില്ലാത്ത വചനത്തെ സൂക്ഷിപ്പാൻ അടിയ കൃപ നൽകിയാൽ വചനം കേൾക്കുന്ന എല്ലാവരെയും സ്വർഗം അനുഗ്രഹിക്കണം. അന്ത്യകാലത്ത് സകല ജഡത്തിന്മേൽ ഞാൻ എന്റെ ആത്മാവിനെ പകരുമെന്ന് പറഞ്ഞ ആ വചനത്തിന്റെ നിവൃത്തി ഇന്ന് രാത്രി ചില കുടുംബങ്ങളിൽ, വ്യക്തികളിൽ, തലമുറകളിൽ വെളിപ്പെടുവാൻ സ്വർഗമിടയാകാം. ആദ്യോടെ പരിശുദ്ധാത്മാവിന്റെ കൂടി മഹത്വം അവിടുത്തേക്ക് അർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി നന്ദി, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. സന്തോഷമുള്ളവർ ആ കരകളെ അടിച്ച കർത്താവിന് മഹത്വപ്പെടുന്ന തിരിച്ചൊരു ഹല്ലേലൂയ പറഞ്ഞാട്ട്, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് രാത്രി ഈ ലൈവിൽ ആയിരിക്കുന്ന, വരും ദിവസങ്ങളിൽ ഈ വീഡിയോ കാണുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള വന്ദനം അറിയിക്കുകയാണ്, ചൊല്ലുകയാണ്. നമുക്ക് ഒരു പാട്ടിന്റെ ആമേൻ കോറസ് ചേർന്ന് പാടി നമ്മുടെ കർത്താവിനെ നമുക്ക് ആരാധിച്ചതിന് ശേഷം ദൈവവചന ശുശ്രൂഷയ്ക്കായി എത്രയും വേഗത്തിൽ സമയം വേർതിരിക്കുക. വളരെ പ്രാർത്ഥനയോടെ ആയിരിക്കുന്നുവെങ്കിൽ അകത്തെ മനുഷ്യനെ ബലപ്പെടുത്തുന്ന ഹല്ലേലൂയ, അതെ, നമുക്കെതിരെ പോരാടിക്കൊണ്ടിരിക്കുന്ന അന്ധകാര മണ്ഡലങ്ങളോട് പൊരുതി ജയിക്കുവാൻ ഒരു ആത്മീയ മനുഷ്യനെ കരുത്തുള്ളവനാക്കി മാറ്റുന്ന ഉയരത്തിലെ ദൈവത്തിന്റെ ചിന്തകളാണ് നമ്മുടെ ഹൃദയം നിറയ്ക്കുവാൻ ആഗ്രഹവും സന്തോഷവും താല്പര്യമുള്ളവർ തുടർന്ന് പ്രാർത്ഥനയോടെ ആയിരിക്കുന്നുവെങ്കിൽ നിശ്ചയമായി നിങ്ങളോട് ദൈവത്തിന്റെ ആത്മാവ് ശക്തമായി ഇടപെടുകയും സംസാരിക്കുകയും ചെയ്യും. ചേർന്ന് പാടാം. യേശു നല്ലവൻ, എനിക്ക് യേശു നല്ലവൻ, നല്ല രക്ഷകൻ നാം പാടി പാടും ഞാൻ. യേശു നല്ലവൻ, എനിക്ക് യേശു നല്ലവൻ, യേശു നല്ലവൻ, യേശു നല്ലവൻ, എനിക്ക് യേശു നല്ലവൻ, നാം പാടി പാടും ഞാൻ. യേശു നല്ലവൻ, അതേ യേശു നല്ലവൻ, യേശു നല്ലവൻ,
അടിമയെന്നുടം തകർത്തെടുത്തവൻ ചിറകുകൾ വിടത്തി മരം കാത്തിരുന്നവൻ യേശു നല്ലവൻ ചെങ്കടൽ പിളർന്നു താൻ വഴി നടത്തിടും അടിമയെന്നുടം തകർത്തു വീണ്ടെടുത്തവൻ ചിറകുകൾ വിടത്തി മരം കാത്തിരുന്നവൻ യേശു നല്ലവൻ മുമ്പിലും പിറകിലും നടന്നു കാവലാൻ മേഘമൊന്നിക്കു വീട്ടു സേകമാ ഇന്ന മരുവിനുള്ള കയ്യിൽ താങ്ങിരും യേശു നല്ലവൻ യേശു നല്ലവൻ അതെ യേശു നല്ലവൻ യേശു നല്ലവൻ യേശു നല്ലവൻ എനിക്കു യേശു നല്ലവൻ നല്ല രക്ഷകൻ പാട്ടി പാടുക യേശു നല്ലവൻ അതേ യേശു നല്ലവൻ യേശു നല്ലവൻ കോട്ടകൾ തകർത്തിടാൻ കരുത്ത് നൽകി നീട്ടിയാകുലത്താൽ എന്നെ താങ്ങി നടത്തിക്കും കോട്ടകൾ തകർത്തിടാൻ കരുത്ത് നൽകി യേശു നല്ലവൻ വീട്ടിലെത്തുവോളം മുഖത്തെ നോക്കിട യേശു നല്ലവൻ യേശു നല്ലവൻ എനിക്ക് യേശു നല്ലവൻ നല്ല രക്ഷകൻ പാട്ടി പാടുക യേശു നല്ലവൻ അതേ യേശു നല്ലവൻ യേശു നല്ലവൻ കാമകാലം തന്നെ ക്ഷേമത്തോടെ കാത്തി പച്ചത്തുള്ളയിടയിൽ തിരുത്തിടുന്നവൻ വേണ്ടതെല്ലാം നിത്യമേ പോറ്റിടുന്നവൻ യേശു നല്ലവൻ കാമകാലത്തന്നെ ക്ഷേമത്തോടെ കാത്തി പച്ചത്തുള്ളയിടയിൽ കിടത്തിടുന്നവൻ വേണ്ടതെല്ലാം നിത്യമേ പോറ്റിടുന്നവൻ യേശു നല്ലവൻ യേശു നല്ലവൻ എനിക്ക് യേശു നല്ലവൻ നല്ല രക്ഷകൻ പാട്ടി പാടുക യേശു നല്ലവൻ അതേ യേശു നല്ലവൻ യേശു നല്ലവൻ യേശു നല്ലവൻ എനിക്ക് യേശു നല്ലവൻ നല്ല രക്ഷകൻ പാട്ടി പാടുക യേശു നല്ലവൻ അതേ യേശു നല്ലവൻ യേശു നല്ലവൻ ഹല്ലേലൂയ ആമേൻ പാടാൻ വലിയ ട്യൂണോ താളമോ ഒന്നും ഇല്ലെങ്കിലും ആമേൻ ആ പാട്ട് ഇഷ്ടപ്പെട്ടത് കൊണ്ട് അങ്ങ് പാടിയതാണ് ഹല്ലേലൂയ കുറവുകൾ ഉണ്ടെങ്കിൽ ആമേൻ അത് കുറവുകളെ നികത്തുന്ന കർത്താവ് കൂടെ ഉണ്ട് ഹല്ലേലൂയ ഇന്ന് രാത്രി ആമേൻ നല്ലവനായ യേശു വല്ലവനായി ജീവിതത്തിൽ വെളിപ്പെട്ടു വരുമെന്ന് വിശ്വസിക്കുന്നവർ ആമേൻ കരമടിച്ച് ഒരിക്കൽ കൂടെ കർത്താവിന് മഹത്വം കൊടുത്താണ് ഹല്ലേലൂയ ഇരുന്നവനും ഇരിക്കുന്നവനും ഹല്ലേലൂയ വീണ്ടും വരുന്നവനും അൽഫയും ഒമേഗയും ആദ്യനും അന്ത്യനുമായിരിക്കുന്ന സർവശക്തനായ ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവിന്റെ സാന്നിധ്യം ഹല്ലേലൂയ ഇന്നും ആമേൻ രാത്രിയിലും അനുഭവിക്കുന്നവർ ആ കരമടിച്ച് ഒരിക്കൽ കൂടെ കർത്താവിന് മഹത്വം കൊടുത്താണ് ഹല്ലേലൂയ ആമേൻ നീതിമാനായിരിക്കുന്നത് നല്ലതാണ് കാരണം നീതിമാന്റെ ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന വളരെ ഫലിക്കുന്നതാണ് ഹല്ലേലൂയ ആമേൻ അതെ അബ്രഹാം അത് നീതീകരിക്കപ്പെട്ടത് വിശ്വാസത്താലാണ് ഹല്ലേലൂയ ആമേൻ വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ട ആമേൻ അനുഗ്രഹിക്കപ്പെട്ട അഭിഷക്തന്മാരുടെ ചരിത്രങ്ങൾ ആമേൻ സത്യ വേദ ഏതൊരു മനുഷ്യന്റെയും പാപത്തെ
ആമേൻ അവന്റെ രക്തം കൊണ്ട് കഴുകി ശുദ്ധീകരിച്ച് അവന്റെ പാപത്തെ പോക്കി അവനെ നിർമ്മല മനസാക്ഷിക്ക് ഉടമയാക്കി മാറ്റുന്ന ഒരു നീതീകരണ ശുശ്രൂഷ, ഹല്ലേലൂയ, നീതീകരണ പ്രക്രിയ അവൻ പിതാവായ ദൈവം തന്റെ പുത്രനെ വിശ്വസിക്കുന്നവരുടെ ജീവിതത്തിൽ ദൈവം ചെയ്തുകൊണ്ടിരിക്കുകയാ, വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാ. അപ്രകാരം നീതീകരിക്കപ്പെട്ട ദൈവമക്കൾ ആയി ഈ ഭൂമി ജീവിക്കുവാൻ കൃപ ലഭിച്ചവർ ഒരിക്കൽ കൂടെ ഇരുകരകൾ പഠിച്ച് കർത്താവിനെ മഹത്വം കൊടുത്താട്ട്. ഹല്ലേലൂയ. അത് നീതിമാനായിരിക്കുന്നത് നല്ലതാണ്. ഹല്ലേലൂയ. അബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന യേശുവിന്റെ പുണ്യ രക്തത്താൽ കഴുകൽ പ്രാപിച്ചവരാണല്ലോ ദൈവമക്കൾ. ഇന്ന് രാത്രിയിലെ വചന ശുശ്രൂഷയ്ക്ക് ആധാരമായി സങ്കീർത്തനങ്ങൾ 5:12 ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമുക്ക് നൽകിയിരിക്കുന്നത്. സങ്കീർത്തനങ്ങൾ 5:12. എന്തുകൊണ്ടാണ് നീതിമാനായിരിക്കുന്നത് നല്ലതാണെന്ന് പറഞ്ഞുകൊണ്ട് ഇന്ന് രാത്രിയിലെ വചന ശുശ്രൂഷ ആമേൻ മുൻപോട്ട് ആമേൻ നയിപ്പാനായിട്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആമേൻ ഇടപെടുന്നത്? വായിച്ചാട്ടെ, സങ്കീർത്തനങ്ങൾ 5:12. യഹോവയെ നീ നീതിമാനെ എന്ത് ചെയ്യും? അനുഗ്രഹിക്കപ്പെടുക. ആമേൻ. ഏതാ മാർഗം? നീതീകരിക്കപ്പെടുക. ഹല്ലേലൂയ. നീതിമാനായിരിക്കുക. ഹല്ലേലൂയ. നീതിമാന്റെ സന്തതി അപ്പം ഇരക്കുന്നത് ഇല്ല. ഹല്ലേലൂയ. ആമേൻ. നീതിമാന്മാരുടെ കൂടാരങ്ങളിൽ ഉല്ലാസത്തിന്റെയും ജയത്തിന്റെ ഘോഷങ്ങളുണ്ട്. ഹല്ലേലൂയ. ഇന്ന് രാത്രി ആമേൻ നിന്നെ നീതീകരിക്കുവാൻ ആമേൻ സ്വർഗത്തിലെ ദൈവം 2020 വർഷങ്ങൾക്കപ്പുറം ഈ ലോകത്തിലേക്ക് അയച്ച കർത്താവായി യേശു ക്രിസ്തുവിലെ ക്രൂശിലെ മരണത്തിലൂടെ മാത്രമേ ഒരു മനുഷ്യന് നീതി ലഭിക്കുന്നുള്ളൂ. ഹല്ലേലൂയ. എനിക്ക് നീതി കിട്ടണമെന്ന് ആമേൻ അതെ പ്രഖ്യാപിച്ചുകൊണ്ട് ആമേൻ അതെ സമരമിരിക്കുന്നവരും അതിനുവേണ്ടി ആമേൻ അതെ ആമേൻ കോടതികൾ കയറി ഇറങ്ങുന്നവരും ആമേൻ നിരവധി ആളുകളാണ് നമ്മുടെ ചുറ്റുപാടുകൊണ്ട്. ഇന്ന് രാത്രി എനിക്കൊരു നീതി വേണമെന്ന് കരഞ്ഞുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും ഇന്ന് രാത്രി ഈ ലൈവിൽ എന്നെ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ നീതിയോട് ഉത്തരമരുളുന്ന ഒരു ദൈവത്തെ വെളിപ്പെടുത്തുവാനാ ഇന്നേക്ക് 2020 വർഷങ്ങൾക്കപ്പുറം ലോകത്തിന്റെ മധ്യസ്ഥാനമായ പാലസ്തീനായി കർത്താവായ യേശു ക്രിസ്തു ജനിച്ചത്. ഹല്ലേലൂയ. സഹോദര സഹോദരി, കുഞ്ഞെ, അഭിഷക്തനെ, നീതിയില്ലാത്ത സന്ധിയില്ലാത്ത സമരത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ഒരു വ്യക്തിയാണോ താങ്കൾ? കുടുംബത്തിനകത്ത് നീതി വേണം. ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിൽ നീതി വേണം. മക്കളുടെ ഇടയിൽ നീതി വേണം. കൂട്ടുകുടുംബ വ്യവസ്ഥയ്ക്കകത്ത് നീതി വേണം. ആമേൻ. വില്ലേജിൽ വേണം, പഞ്ചായത്തിൽ വേണം, കോടതിക്കകത്ത് വേണം, സ്റ്റേഷനിൽ വേണം. എവിടെ? പഞ്ചായത്തിലായാലും മുനിസിപ്പാലിറ്റിയിലായാലും കോർപ്പറേഷനായാലും ലോക രാഷ്ട്രങ്ങളിലായാലും നീതി വേണം. ഹല്ലേലൂയ. ഓ നീതിമാനെ ക്രൂശിക്കാം, ബറോബാസിനെ വിട്ടുതരിക. അതെ, നീതിക്ക് വിലയില്ലാത്തൊരു കാലം. ഹല്ലേലൂയ. എന്നാൽ ഇന്ന് രാത്രി നീതിമാന്റെ സത്യയോടെ കൂടിയ പ്രാർത്ഥന വളരെ ഫലിക്കുന്നതാ. നമുക്ക് സമസ്വഭാവമായ ഒരു മനുഷ്യനെ യാക്കോബ് അപ്പോസ്തലൻ പുതിയ നിയമ വിശ്വാസികളോടുള്ള ബന്ധത്തിൽ ലേഖനം എഴുതിയപ്പോൾ വെളിപ്പെടുത്തി. ആമേൻ. ഏലിയാവിനെ കുറിച്ച മറ്റാരുമല്ല കുറിച്ചല്ല. ആമേൻ. തിസ്ബയിൽ നിന്ന് തിസ്ബനായ ഏലിയാവ് അപ്പനാരാ അമ്മയാരാ ഏത് ദേശക്കാരനാണെന്ന് മാത്രമേ പിടിയുള്ളൂ. അവന്റെ അപ്പൻ ആരാന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല, അവന്റെ അമ്മ ആരാന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. പക്ഷെ സത്യവേദ പുസ്തകം പറയുന്നു തിസ്ബയിൽ നിന്ന് തിസ്ബനായ ഏലിയാവ്. നിന്റെ വീട് ഏതാ? നിന്റെ കളർ എന്താന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് അറിയാലോ. എന്റെ കളർ കണ്ടില്ലേ? ഹല്ലേലൂയ. ആമേൻ. എവിടെയാ പഠിച്ചേ? ആമേൻ. സർട്ടിഫിക്കറ്റ് ഉണ്ടോ? ലൈസൻസ് ഉണ്ടോ? ആമേൻ. ആരാ ആമേൻ ആമേൻ അതെ ഈ ഓർഡിനേഷൻ തന്നത്? ആമേൻ. ആരുടെ കൂടെയാ? എവിടുത്തെ സർട്ടിഫിക്കറ്റാ? ആമേൻ. ഇതൊക്കെ ഉണ്ടെങ്കിലേ ഇന്ന് എന്ത് ചെയ്യത്തുള്ളൂ. ഒന്ന് ഞാൻ പറയാം, ഇതെല്ലാം ഉണ്ടെങ്കിലും കൃപ നിന്റെ മേലില്ലെങ്കിൽ ദൈവത്തിന് നിന്നെ ആമേൻ ഉപയോഗിക്കാൻ കഴിയത്തില്ല. നിന്റെ മേൽ കൃപ സ്വർഗം പകരണമെങ്കിൽ ഹല്ലേലൂയ ദൈവത്തിന്റെ വ്യവസ്ഥ നീ പാലിക്കണം. ഹല്ലേലൂയ. അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാനുള്ള അധികാരം സ്വർഗം നൽകി. ഹല്ലേലൂയ. അതിന് എവനില്ല. അവൻ ഇന്ന ജാതിയെന്നില്ല, ഇന്ന കളറുള്ളവനെന്നില്ല, ഇന്ന വിദ്യാഭ്യാസമുള്ളവനെന്നില്ല, ഇന്ന ആമേ രാജ്യത്തുള്ളവനെന്നില്ല. നീ ഏത് രാജ്യത്തിലായാലും ഏത് കുലത്തിലായാലും ആമേ ഏത് വിദ്യാഭ്യാസമുള്ളവനായാലും ഹല്ലേലൂയ
ഇന്ന് രാത്രി നിന്റെ ഹൃദയം കൊണ്ട് നീ യേശുവിനെ വിശ്വസിക്കുകയോ വായ കൊണ്ട് ഏറ്റുപറയുകയും ചെയ്ത് നീ രക്ഷിക്കപ്പെട്ട ഒരു ദൈവ പൈതലാണെങ്കിൽ അടുത്ത സ്റ്റെപ്പ് ഇങ്ങനെ സകല നീതിയും നിവർത്തിക്കുന്നത് നമുക്ക് ഉചിതം. അതെ, യോർദാന്റെ ആ കലക്ക വെള്ളത്തിനകത്ത് ഈ കവിഞ്ഞ് ഒഴുകുന്ന യോർദാന്റെ അകത്തിറങ്ങി യോഹന്നാന്റെ കൈക്കീഴിൽ സ്നാനമേറ്റ കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞു, ഇങ്ങനെ സകല നീതിയും നിവർത്തിക്കുന്നത് നമുക്ക് ഉചിതം. ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റിരിക്കുന്ന അപ്പൊ യേശുവിനെ അറിയാം, യേശുവിന് വേണ്ടി ജീവിക്കുവാൻ സമർപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ഈ നീതികരമായ ഈ കാര്യത്തെ കുറിച്ച് പറയുമ്പോ ചിലർക്കൊക്കെ ഭയങ്കര പ്രയാസപ്പെട്ടിട്ട് കാര്യമില്ലെന്നേ. അങ്ങനെ പ്രയാസപ്പെട്ട് നിന്ന യോഹന്നാനോട് പറഞ്ഞു, ഇത് നിന്റെ നീതിയല്ല, ഇത് സ്വർഗസ്ഥനായ പിതാവിന്റെ നീതിയാണ്. അപ്പൊ സ്നാനം എന്ന് പറയുന്നത് ഒരു നീതി ആയ കാര്യമാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് സ്നാനത്തിന്റെ കാര്യം പറയുമ്പോ പിണങ്ങിയിരിക്കുന്ന അനേകരുണ്ട്. ഹല്ലേലൂയ. യേശുവിന് ഇഷ്ടമാ, യേശുവിന്റെ കാര്യം പറയുന്നത് ഇഷ്ടമാണ്. പക്ഷെ സ്നാനത്തിന്റെ കാര്യം മാത്രം എന്ത് ചെയ്യരുത്, പറയരുത്. ഹല്ലേലൂയ. പറയാതിരിക്കാൻ പറ്റത്തില്ല സഹോദരങ്ങളെ. സത്യവേദ പുസ്തകത്തിനകത്ത് വെളിപ്പെടുത്തിയിരിക്കുന്ന വെളിപ്പാട് ലോകമുള്ളിടത്തോളം കാലം അത് പ്രസംഗിക്കപ്പെടുവാൻ വിശ്വസ്തനെന്ന് നീ ആക്കി വെച്ചിരിക്കുന്ന സാഹചര്യത്തിൽ മായം ചേർക്കാതെ, കലർപ്പില്ലാതെ, തനിമ നഷ്ടപ്പെടാതെ അത് ഉള്ളതുപോലെ അതെ പറയുവാനാണ് സ്വർഗമാക്കി വെച്ചിരിക്കുന്നത്. ഇന്ന് രാത്രിയിലും ഈ ലൈവിലൂടെ ആകാശം മാറിയാലും ഭൂമി മാറിയാലും മാറാത്ത തിരുവചന സത്യങ്ങളെ വിളിച്ചു പറയുവാൻ എന്നെ പ്രാപ്തരാക്കി നിർത്തിയ സർവകൃപാലുവായ ദൈവത്തിന് സകല മഹത്വവും പുകഴ്ത്തി അർപ്പിച്ചുകൊണ്ട് ശ്രോതാക്കളുടെ ശ്രദ്ധയെ സാധനം ക്ഷണിച്ചുകൊണ്ട് ദൈവവചന ശുശ്രൂഷയിൽ വീണ്ടും കടക്കട്ടെ. യഹോവ നീതിമാനെ അനുഗ്രഹിക്കും. ഇന്ന് രാത്രി അനുഗ്രഹം വേണം, എല്ലാവർക്കും അനുഗ്രഹം വേണം. അതുകൊണ്ട് അനുഗ്രഹത്തിന് വേണ്ടി തലവെച്ചു കൊടുക്കുന്നവരുണ്ട്. ആരുടെ മുമ്പിലെ തലവെച്ചു കൊടുക്കുന്നേ? അതെ, ഈ ഓണമെന്ന് കേൾക്കുമ്പോ ഓണമെന്ന് കേൾക്കുമ്പോ എല്ലാ വീടിന്റെ മുറ്റത്തും പൂക്കള് അല്ലെ, പുഷ്പം കാണാൻ എന്തൊരു സന്തോഷം അല്ലേ, എത്ര മനോഹരമല്ലേ. അപ്പൊ ഇലകൾ വെട്ടി പൂക്കള് കൊണ്ടുവന്ന് വർണ്ണ പതിട്ടാർന്ന പുഷ്പങ്ങളെല്ലാം വീടിന്റെ മുറ്റത്ത് എന്താ അത്തപ്പൂവോ ഇങ്ങനെയൊക്കെ പറയാറില്ലേ, അല്ലെ, അതിന് മത്സരമാണെന്നേ. അയ്യോ, ഏറ്റവും നന്നായിട്ട് പൂക്കളിരുന്നവർക്ക് സമ്മാനം കൊടുക്കുന്ന ആളുകൾ ഇന്ന് ലോകത്തിലുണ്ട്. അപ്പോ അതിനു വേണ്ടിയിട്ടും കാശ് കൊടുത്ത് പൂക്കൾ വാങ്ങി മത്സരിച്ച് കാശുണ്ടാക്കാൻ വേണ്ടി ഒരു രസമാണെന്ന് പറയുന്നത്. എന്തായാലും ഈ ഓണം എന്ന് കേൾക്കാത്ത ആരുമില്ലല്ലോ. ഈ ഓണം എന്ന് പറയുമ്പോ ഒരു ഇലയൊക്കെ വെട്ടി പപ്പടവും പിന്നെ ഉണ്ടല്ലോ അതിനകത്ത് എല്ലാം കൂടെ വെച്ച് എല്ലാരും കൂടെ കൂടി അല്ലെ ഒരു സന്തോഷമാണെന്ന് പറയുന്നത്. ഹല്ലേലൂയ. അപ്പൊ ഈ ഓണത്തിനെ കുറിച്ചുള്ള ഐതിഹ്യം എന്താണ്? മാവേലി നാട് വന്ന കാലം. മാവേലിയെ ചവിട്ടിത്താത്തു ആണ്ടിൽ ഒരിക്കൽ എന്ത് ചെയ്യാ, കയറി വരികയാണ്. ഹല്ലേലൂയ. അല്ലെ, അതിന്റെ ഓണത്തെ കുറിച്ച് പറയുന്നത് ഞാൻ സത്യവേദ പുസ്തകത്തിനകത്ത് വചനം വായിച്ചിട്ട് ലോകത്തിലുള്ള കാര്യം പറഞ്ഞ് സമയം കളയാനല്ല ഞാൻ പറഞ്ഞു വരുന്നത്. അനുഗ്രഹം. ഹല്ലേലൂയ. അപ്പോ തല കൊണ്ട് വെച്ചു കൊടുക്കുകയാണ്. ഒന്ന് അനുഗ്രഹിച്ചേര്. ഹല്ലേലൂയ. ഒന്ന് കൈവച്ചെന്ത് ചെയ്തേര്, അനുഗ്രഹിച്ചേര്. അനുഗ്രഹത്തിന് വേണ്ടി ഓടി തല വെക്കുമ്പോ ഓർത്തോണം, അനുഗ്രഹം വേണമെങ്കിൽ ഒന്നാമത് നീ നീതിമാനായിരിക്കണം. ഹല്ലേലൂയ. നീതിമാനായ ദൈവം വ്യവസ്ഥ പ്രകാരം ജീവിക്കുന്നവരെയാണ് അനുഗ്രഹിക്കുന്നത്. എന്താ വ്യവസ്ഥ? ക്രിസ്തുവേശുവിലുള്ള അനുഗ്രഹം ജാതികൾക്ക്, അബ്രഹാമിന്റെ അനുഗ്രഹം ജാതികൾക്ക് ക്രിസ്തുവേശുവിലൂടെ വേണ്ടതിന്. ഹല്ലേലൂയ. അപ്പൊ കർത്താവായ യേശു ക്രിസ്തുവിലൂടെ അല്ലാതെ സ്വർഗ്ഗസ്ഥനായ പിതാവിന്റെ അനുഗ്രഹം ഈ ലോകത്ത് ആർക്കും ലഭിക്കും. ആകാശത്തിന്റെ കീഴിൽ ഭൂമിക്ക് മീതെ നൽകപ്പെട്ട ഏകനാമം, ഉയർത്തപ്പെട്ട ഏകനാമം രക്ഷ പ്രാപിക്കാൻ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചപ്പോ കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കാം, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. ഇന്ന് രാത്രി രക്ഷ പ്രാപിക്കണമോ? ഒറ്റ വഴിയേ ഉള്ളൂ. ഹല്ലേലൂയ. അതുകൊണ്ട് കർത്താവ് നീതിമാന്മാരെ അനുഗ്രഹിക്കും. ഹല്ലേലൂയ. പരിച കൊണ്ട് എന്ന പോലെ നീ ദയ കൊണ്ട് അവനെ മറയ്ക്കും.
2021 രണ്ടാമത്തെ ഞായറാഴ്ച രാത്രി ആത്മാവിൽ ഞാൻ ഒരു ദൂത് വിളിച്ചു പറയുക, ആമേൻ, നിനക്കെതിരെ വരുന്ന അമ്പുകൾ ആമേൻ നിന്റെ മേൽ പതിയാതെ പരിചയായി വെളിപ്പെടുന്ന ഒരു ദൈവ സാന്നിധ്യമുണ്ട്. ഹല്ലേലൂയ. അത് അനുഭവിക്കുന്നവർ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുത്താട്ട് ഒന്ന് പുറകോട്ട് തിരിഞ്ഞു നോക്കിക്കേ. 2020 പ്രാരംഭം കണ്ട എത്രയോ പ്രിയപ്പെട്ടവര് അവരുടെ നേരെ വന്ന അമ്പുകൾ ആമേൻ അവരുടെ ദേഹത്ത് പതിച്ച് അവര് ആമേൻ തകർന്നുപോയി. ചില കമ്പനിക്ക് നേരെ വന്ന അമ്പുകൾ കമ്പനി പരാജയപ്പെട്ടു. പല സംരംഭങ്ങളും തകർന്നുപോയി. എന്നാൽ തകരാതെ നിൽക്കുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ? അത് കഴിവല്ല, മിടുക്കല്ല, ആമേൻ തമ്പുരാന്റെ കൃപയാ. ആമേൻ നിന്റെ കാല് കല്ലിൽ തട്ടിപ്പോകാതിരിക്കുവാൻ, കാലിനെ വീഴ്ചയിൽ നിന്നോ കണ്ണിനെ കണ്ണുനീരിൽ നിന്നോ പ്രാണനെ മരണത്തിൽ നിന്നോ വിടുവിച്ചവനായ ദൈവത്തിന്റെ സാന്നിധ്യം ഇന്നലകളിൽ അനുഭവിച്ചറിയുവാൻ കൃപ ലഭിച്ച ദൈവമൈതലേ, ഇനിയുള്ള നാളുകളിലോ നിനക്ക് നിന്റെ ബുദ്ധി കൊണ്ടോ നിന്റെ കഴിവ് കൊണ്ടോ നിന്റെ പണം കൊണ്ടോ നിന്റെ പ്രതാപം കൊണ്ടോ പരിഹരിക്കപ്പെടുവാൻ കഴിയാത്ത വിധത്തിലുള്ള ആമേൻ രോഗങ്ങളാകട്ടെ, ആമേൻ സാമ്പത്തിക മാന്യമാകട്ടെ, ആമേൻ യുദ്ധങ്ങളാകട്ടെ, യുദ്ധശ്രുതികളാകട്ടെ, ആമേൻ മാരക രോഗം പകർച്ചവ്യാധി എന്തുമാകട്ടെ, ആമേൻ അത് നിന്റെ ജീവിതത്തിൽ വന്ന് നീ തകർന്നു പോകാതിരിക്കത്തക്ക വിധത്തിൽ പരിചയായി അത് വെളിപ്പെടുന്ന ഒരു ദൈവ സാന്നിധ്യമുണ്ട്. ഇസ്രായേൽ ജനം അതേ മിസ്രൈമിലൂടെ ദൈവത്തെ ആരാധിക്കാനുള്ള ഒറ്റ ലക്ഷ്യത്തോടെ മോശയിലൂടെ മുമ്പോട്ട് വരുമ്പോൾ എന്റെ ജനത്തെ ആരാധിക്കാൻ വിട്ടയക്കാൻ. ഹല്ലേലൂയ. എന്തിനാ വിട്ടയക്കാൻ പറഞ്ഞ്? ആരാധിക്കാനാ. ഹല്ലേലൂയ. ഇറ്റകച്ചൂടെയും പണിയെടുത്ത് ആമേൻ ആമേൻ കൊത്തമ്പാലരിയും ആമേൻ മത്തങ്ങയും കുമ്പളങ്ങയും ആമേൻ ചുറ്റുള്ളിയും ചീരുള്ളിയും ഒക്കെ തിന്ന് കഷ്ടപ്പെട്ട് ആമേൻ മണിസൗധങ്ങൾ കെട്ടിപ്പടുത്തി ഉയർത്താനായിട്ട് വ്യാമോഹിച്ച് ആമേൻ ഇറ്റകച്ചൂടയിൽ ആമേൻ അതെ കഷ്ടപ്പെട്ട് ആമേൻ നിലവിളിച്ചതുപോലെ അതേ മരുഭൂമിയിലൂടെ യാത്ര ചെയ്യുമ്പോ ആമേൻ നിലവിളിച്ച് അതേ മണിക്കൊട്ടാരങ്ങൾ കെട്ടിയുണ്ടാക്കാൻ അല്ല ദൈവം ഇറക്കിക്കൊണ്ടുവന്നത്. യഥാർത്ഥമായി ദൈവത്തെ ആരാധിക്കാനാ. ഹല്ലേലൂയ. ആരാധനയ്ക്ക് തടസ്സമായി നിന്റെ ജീവിതത്തിൽ ഉയർന്നു പോകുന്ന പ്രതികൂലങ്ങളെ ഇല്ലാതാക്കി യഥാർത്ഥമായി ആത്മാവിന് സത്യത്തിലും ആരാധിക്കുന്ന ഒരു അനുഭവത്തിലേക്ക് നിന്നെ നയിപ്പാനാണ് ദൈവം ആമേൻ അതേ മുമ്പോട്ട് നിന്നെ കൊണ്ടുവരുന്നത്. ഇന്ന് രാത്രി തിരിച്ചറിയുന്നവർ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുത്താട്ട്. ഹല്ലേലൂയ. ഒന്നാമത്തെ ലക്ഷ്യം ആമേൻ ദൈവമായിട്ടുള്ള കൂട്ടായ്മ, ആരാധന. ഹല്ലേലൂയ. ഇതിന് നീ ജീവിതത്തിൽ പരമപ്രധാനമായ സ്ഥാനം കൊടുക്കാമെങ്കിൽ ഈ ഭൂമിയിൽ നീ ജീവിച്ചിരിക്കുമ്പോൾ നിന്റെ ശിഷ്ടായുസിൽ വേണ്ടുന്നതെല്ലാം നൽകി തരുവാൻ ദൈവം വിശ്വസ്തരാണ്. ഹല്ലേലൂയ. ആമേൻ. വായിച്ച വാക്യം നീതിമാന്മാരെ അനുഗ്രഹിക്കും. അതുകൊണ്ട് ഇന്ന് രാത്രിയിലെ തുടർന്നുള്ള മെസ്സേജ് കേൾക്കുന്നവരോട് ഞാൻ മുൻവിധി എടുത്തു മാറ്റി ആമേൻ പ്രാർത്ഥനയോടെ നിങ്ങൾ ആയിരിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ കുറവുകളെ കഴുകി നിങ്ങൾ നീതിമാന്മാരായി ജീവിക്കുവാൻ ഉതകത്തക്ക വിധത്തിൽ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളോട് സംസാരിക്കും. ഹല്ലേലൂയ. നിങ്ങൾ നീതിമാന്മാരായി കഴിഞ്ഞാൽ നിങ്ങൾ ഭാരപ്പെടേണ്ടി വരികയില്ല. ആമേൻ. നീതിമാന്റെ സന്തതി അപ്പം ഇരക്കുന്നത് കണ്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല. എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നിരിക്കുന്നു. അങ്ങനെ ആയിരിക്കുന്നവരെ നീതിമാന്മാരാക്കുവാൻ, നീതീകരിക്കുവാൻ ദൈവം ഒരുക്കിയ രക്ഷയുടെ പദ്ധതിയാ കർത്താവായ യേശു ക്രിസ്തു. ഹല്ലേലൂയ. ആമേൻ. യഹോവ തന്റെ ജനത്തിന് ശക്തി നൽകും. ഹല്ലേലൂയ. ദൈവത്തിന്റെ ജനത്തിന് ശക്തി നൽകുന്ന ആമേൻ ഒരു ദൈവ പ്രവൃത്തി. ആമേൻ. ശക്തിയില്ല, കഴിവില്ല, പ്രാപ്തിയില്ല എന്ന് പറഞ്ഞ് ഒതുങ്ങി തീർന്നുകൊണ്ടിരിക്കുന്ന ലോക ജനതയുടെ നടുവിൽ യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. അവർ ചിറകടിച്ചുയരുന്ന കഴുകന്മാരെ പോലെ പറന്നുയരും. പ്രശ്നത്തിന്റെ മീതെ നീ പറക്കാൻ പോകുക, ഉയരാൻ പോകുക. ആ പ്രതികൂലം ഉള്ളെടുത്ത്, ആ വെല്ലുവിളി ഉള്ളെടുത്ത്, ആ തകർച്ച ഉള്ളെടുത്ത് അതേ താഴ്വരയിൽ രണ്ട് കള്ളന്മാരുടെ മധ്യേ തീർന്നു വന്ന് ലോകം വിധിച്ചു അല്ലെ. ആ കല്ലറയ്ക്കകത്ത് കൊണ്ട് ഇമ്പീരിയൽ മുദ്ര വെച്ചു അല്ലെ. എന്നാൽ അവർ ഉയർപ്പിന്റെ പൊൻപുലരിയിൽ യേശു കർത്താവ് സകല നാമത്തിന് മേലായ നാമം നൽകി ഉയർത്തപ്പെട്ടു. ഹല്ലേലൂയ. യഹോവ തന്റെ ജനത്തിന് എന്ത് ചെയ്യും? ശക്തി നൽകും. ഹല്ലേലൂയ. ആമേൻ. ലോകം വേണ്ട, ലോകത്തിന്റെ മോഹം വേണ്ട, ലോകത്തിന്റെ ഇമ്പം വേണ്ട. പോകണം യേശുവിന്റെ പാത നോക്കി. ഹല്ലേലൂയ. അങ്ങനെ ജീവിക്കുവാൻ സമർപ്പിക്കപ്പെട്ട അപ്പോസ്തലനായ പത്രോസ്യുടെ ലേഖനത്തിൽ താൻ പറയുന്നത് ഇങ്ങനെയാ: അന്ധകാരത്തിൽ കിടന്ന് നിങ്ങളെ അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ച എന്റെ സൽഗുണങ്ങളെ ഓർമ്മിപ്പാൻ തെരഞ്ഞെടുക്കപ്പെട്ട ജാതിയും രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും സ്വന്തം ജനവും. അങ്ങനെയാണെങ്കിൽ യഹോവ തന്റെ ജനത്തിന് എന്ത് ചെയ്യുന്നു? ശക്തി നൽകുന്നു. ഹല്ലേലൂയ. നിന്നെ ഇല്ലാതാക്കാൻ വെല്ലുവിളിക്കുന്ന അതേ ഗോലിയാത്തിന്റെ മുമ്പിൽ നിന്നെ ശക്തിയോടെ നിർത്തി മാനിക്കുന്ന ഒരു ദൈവം ഇന്ന് രാത്രി ക്ഷീണിച്ചിരിക്കുന്ന നിന്നെ ശക്തീകരിക്കുകയാ. ഓ വിശ്വസിക്കുന്നവർ കരമടി
കരമടിച്ച കർത്താവിന് മഹത്വം കൊടുക്കുക. ലോകത്തിന്റെ അറ്റത്തോളം സാക്ഷ്യമായി പോകാൻ വേണ്ടത് പണമല്ല, കഴിവല്ല, പ്രാപ്തിയല്ല, പിന്നെന്താ വേണ്ടേ? ഉയരത്തിലെ ശക്തിയാണ്. ഉയരത്തിലെ ശക്തി ലഭിക്കുവോളം നിങ്ങൾ കാത്തിരിക്കണം. ഇന്ന് രാത്രി നിങ്ങൾ കാത്തിരിക്കാൻ തയ്യാറാണോ? ഹല്ലേലൂയ. എന്തിനാ? ഉയരത്തിലെ ശക്തി ലഭിക്കുവോളം. പ്രിയമുള്ളവരെ, ഉയരത്തിലെ ശക്തിയില്ലാതെ സാക്ഷ്യം വഹിക്കാൻ പറ്റത്തില്ല. ആമേൻ. സാക്ഷ്യം വഹിക്കണോ? ഉയരത്തിലെ ശക്തി വേണം. അതുകൊണ്ട് കർത്താവിന്റെ വരവിന് മുമ്പ് ദേശത്ത് കർത്താവിന്റെ സാക്ഷിയായി ആമേൻ ഒന്ന് മാറണമെങ്കിൽ പണമല്ല ആവശ്യം, കഴിവല്ല ആവശ്യം, ഇതൊക്കെ ആവശ്യമാണ് കേട്ടോ. എന്നാൽ ഏറ്റവും പരമപ്രധാനമായ ആവശ്യം ഉയരത്തിലെ ശക്തിയാണ്. ഹല്ലേലൂയ. യഹോവ തന്റെ ജനത്തെ സമാധാനം നൽകി അനുഗ്രഹിക്കും. അപ്പൊ ഒന്നാമത് നീതിമാന്മാരായി മാറുക. ഹല്ലേലൂയ. എങ്ങനെയാണ് നീതിമാന്മാരാകുക? കർത്താവായ യേശു ക്രിസ്തുവിനെ അറിഞ്ഞ് ജീവിക്കുവാൻ സമർപ്പിക്കപ്പെടുന്ന ഒരു വ്യക്തി. യേശുവേ, ഞാനൊരു പാപിയാ, എന്നെ രക്ഷിപ്പാനാണ് അങ്ങ് ഈ ലോകത്തിലേക്ക് വന്നതെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും വായ് കൊണ്ട് ഏറ്റുപറയുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. ഹല്ലേലൂയ. ആ രക്ഷിക്കപ്പെടുന്നവരെ ദൈവം നീതിമാന്മാരുടെ ലിസ്റ്റിൽ ചെയ്തിരിക്കുന്നു. ഹല്ലേലൂയ. ആമേൻ. ദൈവം നീതീകരിച്ചവനെ ആ കുറ്റം ചുമത്തും. കുറ്റം പറയുന്നവർ കുറ്റം പറയട്ടെ. ഹല്ലേലൂയ. നീ മൈൻഡ് ചെയ്യേണ്ടത്. ഹല്ലേലൂയ. അവിടെ ഇവിടെയൊക്കെ ഇരുന്നിട്ട് കമന്റ് പറയുന്നത് നീ കേൾക്കാൻ പോകാതെ നീ ഉയരത്തിലെ ദൈവത്തിന്റെ ശബ്ദം കേൾക്കാൻ തയ്യാറാകുക. ഹല്ലേലൂയ. ആമേൻ. പഠനം പറയുന്നു, യഹോവ തന്റെ ജനത്തിന് ശക്തി നൽകും. ഹല്ലേലൂയ. ഇന്ന് രാത്രി അത് ക്ഷീണിച്ചിരിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? ഭാരപ്പെട്ടിരിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? കണ്ണുനീരിൽ ദുഃഖത്തിലുമായിരിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? നീ നീതിമാന്റെ ലിസ്റ്റിൽപ്പെട്ട വ്യക്തിയാണെങ്കിൽ ഇന്ന് രാത്രി സ്വർഗം നിന്നെ ശക്തീകരിക്കാൻ പോകുകയാണ്. അതെ, ആ നീതിമാനായ ഏലിയാവിനെ ഭീഷണിപ്പെടുത്തി ചൂരച്ചെടിയുടെ തണലിൽ ഇരുത്തി അവൻ മതി എന്ന് പറഞ്ഞ് ഒതുക്കാൻ നോക്കിയ ദുഷ്ട പിശാച് അവൻ പരാജയപ്പെടത്തക്ക വിധത്തിൽ സ്വർഗത്തിലെ ദൈവം അവനെ ശക്തീകരിച്ചെന്ന് ഇന്ന് രാത്രി വിശ്വസിക്കുന്നവർ കരമടിച്ച കർത്താവിനെ മഹത്വം കൊടുത്താൽ. ഹല്ലേലൂയ. ഓ ആമേൻ. അപ്പോസ്തലനായിരിക്കുന്ന പൗലോസിനോട് പറഞ്ഞു, എന്റെ കൃപ നിനക്ക് മതി. പൗലോസ് അത് ആമേൻ അനുഭവിച്ചിട്ട് പറയുക, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നവരാകുന്നു. ഹല്ലേലൂയ. യഹോവ തന്റെ ജനത്തെ സമാധാനം നൽകി. ആമേൻ. നീ അവന്റേതായി മാറിയിട്ടില്ലെങ്കിൽ ഇന്ന് രാത്രി അവന്റേതായിട്ട് മാറണം. ഹല്ലേലൂയ. അവന്റെ ജനമായി മാറിയാൽ ആമേൻ സമാധാനം നൽകി അനുഗ്രഹിക്കും. അപ്പൊ ഒന്ന്, ആമേൻ, അതെ, നാം നീതിമാന്മാരായി മാറുക. രണ്ട്, നാം അവന്റെ ജനമായി കഴിഞ്ഞാൽ അവൻ ശക്തി നൽകും. ആമേൻ. സമാധാനം നൽകും. ആമേൻ. ഇതിൽ പരം അനുഗ്രഹം എന്താ വേണ്ടേ? ഹല്ലേലൂയ. ആമേൻ. ശക്തിയും ആമേൻ സമാധാനവും നൽകി എന്ത് ചെയ്യും? അനുഗ്രഹിക്കും. ഇന്ന് രാത്രി അപ്രകാരം ഒരു അനുഗ്രഹം അനുഭവിക്കുവാൻ ആഗ്രഹിക്കുന്ന ദൈവമക്കൾ ആമേൻ എന്താ ചെയ്യേണ്ടത്? കാശ് കൊടുക്കണോ? അല്ല, നിന്നെ നീതീകരിക്കുന്ന യേശുവിന്റെ മുമ്പിൽ നിന്നെ സമർപ്പിക്കുക. യേശുവേ, ഞാനൊരു ഭാവിയായ എന്നെ രക്ഷിപ്പാൻ അവിടുന്ന് കഴിയത്തുള്ളൂ എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിച്ച് രക്ഷിക്കാൻ വായ കൊണ്ട് ഏറ്റുപറ. ഹല്ലേലൂയ. അതിദൂർത്തപുത്രനെ പോലെ ഒരിക്കൽ രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, ദൈവ സാന്നിധ്യം അനുഭവിച്ചു, എല്ലാം കളഞ്ഞു കുടിച്ച് ആമേ ഇപ്പോ ഒന്നുമില്ലാത്തവനെ പോലെ ആണെങ്കിൽ, അപ്പാ, ഞാൻ സ്വർഗത്തോട് നിന്നോട് പാപം ചെയ്തു, ഇനി നിന്റെ മകനെന്ന് വിളിക്കപ്പെടുവാൻ ഞാൻ യോഗ്യനല്ല എന്ന് പറഞ്ഞ് ഒന്ന് അനുദപിക്കാൻ തയ്യാറാണ്. ഹല്ലേലൂയ. സംഗീത പുസ്തകം 6-ാം അധ്യായം 23-27 വാക്യങ്ങൾ. യേശു പിന്നെയും മോശയോട് അരുളി ചെയ്തത്, നീ അഹരോനോടും പുത്രന്മാരോടും പറയേണ്ടത്, നിങ്ങൾ ഇസ്രായേൽ മക്കളെ അനുഗ്രഹിച്ച് ചൊല്ലേണ്ടത് എന്തെന്നാൽ, യഹോവ നിന്നെ അനുഗ്രഹിച്ച് കാക്കുമാറാകട്ടെ. യഹോവ തിരുമുഖം നിന്റെ മേൽ പ്രകാശിപ്പിച്ച് നിന്നോട് കൃപയുള്ളവനാകട്ടെ. യഹോവ തിരുമുഖം നിന്റെ മേൽ ഉയർത്തി നിനക്ക് സമാധാനം നൽകുമാറാകട്ടെ. ഇങ്ങനെ അവർ ഇസ്രായേൽ മക്കളുടെ മേൽ എന്റെ നാമം വെക്കണം, ഞാൻ അവരെ അനുഗ്രഹിക്കും. ദൈവമക്കളെ, രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, ദൈവസഭയുടെ അംഗമായി കഴിഞ്ഞ അനുഗ്രഹിക്കപ്പെട്ട ഒരു ജീവിതത്തിനുടമയായി ഈ ഭൂമിയിൽ ജീവിക്കുവാൻ തക്കവണ്ണം ആമേൻ അനുഗ്രഹിക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ ഈ ഭൂമിയിലേക്ക് അയച്ചത്. ആ കർത്താവായ യേശു ക്രിസ്തുവിലൂടെ ജീവിക്കുവാൻ കൃപ ലഭിച്ചവരെ എല്ലാവരെയും ദൈവം അനുഗ്രഹിച്ചിരിക്കുക. പക്ഷേ ആ അനുഗ്രഹം അനുഭവിക്കുവാൻ വിളിക്കപ്പെട്ടവരുടെ അനുഗ്രഹത്തെ അനുഭവിക്കുവാൻ കഴിയാതെ അവരെ കണ്ണുനീരിലും ദുഃഖത്തിലും നിരാശയിലും ആമേൻ തള്ളിയിട്ട് തകർത്തുകൊണ്ടിരിക്കുന്ന ദുഷ്ട പിശാച് ആധിപത്യം സ്ഥാപിച്ചിരിക്കുന്ന ദുഷ്ടലോകത്ത് ഞാനും നിങ്ങളും വളരെ ജാഗ്രതയുള്ളവരാൽ സൂക്ഷ്മതയുള്ളവരാൽ ജീവിക്കേണ്ടിയിരിക്കുന്നു. ഹല്ലേലൂയ. നീയോ യഹോവയെ എനിക്ക് ചുറ്റും പരിചയം, എന്റെ മഹത്വവും എന്റെ തല ഉയർത്തുന്നവനുമാകുന്നു. ഹല്ലേലൂയ. ഇന്ന് രാത്രി നിന്റെ തലയെ ഉയർത്തുവാൻ ശക്തി
ശക്തനായ ദൈവം നാളുകളായി ഒന്ന് ദേശത്ത് ഒന്ന് തലയുയർത്തി നടന്നിട്ട് ആമേൻ കുടുംബക്കാരുടെ ഇടയിൽ ആമേൻ ചർച്ചക്കാരുടെ ഇടയിൽ അത് തല കുമ്പിട്ട് നടക്കേണ്ട ഗതികേടാണ്. അബ്രഹാമിന്റെ ജീവിതത്തിൽ ഒരു കുഞ്ഞിക്കാലില്ല. എല്ലാവരും കാണുമ്പോൾ ചോദിക്കും, എന്താ വിശേഷമായില്ലേ, എന്താ മക്കളില്ലേ, എന്താ സംഭവിക്കാത്ത? ആമേൻ നാണക്കേട് കൊണ്ട് ആമേൻ വീട്ടിൽ നിന്ന് വെളിയിലിറങ്ങാൻ വയ്യാത്ത അബ്രഹാം കുറെ കരഞ്ഞു നടന്നു. അങ്ങനെ ഇരിക്കെ സ്വർഗത്തിലെ ദൈവം ഒറ്റ വിളിയ, അബ്രഹാമേ അമ്മേ ഇന്ന് രാത്രി നിന്നെ സ്വർഗം വിളിക്കുക കേട്ടോ. അമ്മേ നീതിയോടെ ജീവിക്കാൻ നീ ഒന്ന് സമർപ്പിക്കപ്പെടുക, പാപത്തെ ഉപേക്ഷിക്കുക, നീതിമാനായ യേശുവിന്റെ ആ രക്തം കൊണ്ട് കഴുകൽ പ്രാപിക്കുവാൻ നീ ഒന്ന് സമർപ്പിക്കപ്പെടുക. ഉത്തരവില്ലാതെ തലമുമ്പിട്ടിരിക്കുന്ന ആ ലജ്ജിച്ചിരിക്കുന്ന അവസ്ഥകൾക്ക് വ്യത്യാസം വരുവാൻ ഉലകത്തിൽ ആർക്കും കഴിയത്തില്ല. അഖിലാണ്ടത്തെ സൃഷ്ടിച്ച സൃഷ്ടാവാം ദൈവത്തിന് മാത്രമേ നിന്റെ ആ ലജ്ജാകരമായ അവസ്ഥയെ മാറ്റി നിനക്ക് സമാധാനത്തോടെ തലയുയർത്തി ജീവിക്കുവാൻ ഉലകത്തക്ക വിധത്തിലുള്ള ക്രമീകരണങ്ങൾ ചെയ്തു തരുവാൻ കഴിയത്തുള്ളൂ. നീയോ യഹോവയെ എനിക്ക് ചുറ്റും പരിചയം, എന്റെ മഹത്വവും എന്റെ തലയുയർത്തുന്നവനുമാകുന്നു. ഇന്ന് രാത്രി എത്ര പേർ അത് തിരിച്ചറിഞ്ഞ് ആമേൻ കർത്താവിന് മഹത്വം കൊടുക്കും. എന്റെ നാട്ടുകാർക്ക് പറ്റത്തില്ല, എന്റെ കൂട്ടുകാർക്ക് പറ്റത്തില്ല, എന്റെ വീട്ടുകാർക്ക് പറ്റത്തില്ല. കാരണം അവർക്കെല്ലാം പരിമിതിയുണ്ട്. എന്നാൽ പരിമിതിയില്ലാത്ത ഒരു അപ്പനെ വെളിപ്പെടുത്തുവാൻ ഈ ലോകത്തിലേക്ക് ഇന്നേക്ക് 2020 വർഷങ്ങൾ 21 വർഷങ്ങൾക്ക് അപ്പുറം അത് ഇറങ്ങി വന്ന കർത്താവ് യേശു ക്രിസ്തുവിന് മാത്രമേ എന്നെ അതെ നീതീകരിക്കാൻ കഴിയത്തുള്ളൂ. അതിന് വേണ്ടത് വിശ്വാസമാണ്. ഹല്ലേലൂയ. വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ട അബ്രഹാമിനെ പോലെ ആ കർത്താവിനെ ഒന്ന് വിശ്വസിക്കുക. നീ കേൾക്കുന്ന വചനം ഒന്ന് വിശ്വസിക്കുക. ഹല്ലേലൂയ. ഭക്തൻ പറയുകയാണ്, ആമേൻ എന്റെ തലയുയർത്തുന്ന ദൈവം, ഹല്ലേലൂയ, യഹോവ എന്റെ ബലമാണ്, ഹല്ലേലൂയ, എന്റെ പരിചയമാകുന്നു, എന്റെ ഹൃദയം അവങ്കൽ ആശ്രയിച്ചു. ഇന്ന് രാത്രി ബലമായ, ഹല്ലേലൂയ, ആമേൻ പരിചയമായ, ആമേൻ ദൈവം ആരെന്ന് അറിഞ്ഞ് അവങ്കൽ ആശ്രയിക്കുക. എനിക്ക് സഹായം ലഭിച്ചു, ഹല്ലേലൂയ. എന്നെ സഹായിക്കാൻ ആരുമില്ല, എന്നെ സംരക്ഷിക്കുവാൻ ആരുമില്ല. ഞാൻ വിധവയാണ്, ഞാൻ അനാഥയാണ്, ആമേൻ ഞാൻ ആമേൻ അതെ ഒറ്റയ്ക്കാണ്, ആമേൻ എന്നെ സഹായിക്കാൻ ആരുമില്ല, എനിക്ക് ആരുമില്ല എന്ന് പറഞ്ഞ് ഒതുങ്ങി പോകുവാൻ അല്ല കുഞ്ഞെ ദൈവം നിന്നെ വിളിച്ചിരിക്കുന്നത്. അതേ നിന്നെ രക്ഷയുടെ അനുഭവത്തിലേക്ക് ദൈവം നയിക്കുന്നത്. ആമേൻ നീ രക്ഷിക്കപ്പെട്ടത് ആരുമില്ല എന്ന് പറഞ്ഞ് ഒതുങ്ങി തീരുവാനല്ല. പിന്നെയോ നിന്റെ ബലമായി, നിന്റെ പരിചയമായി, ആമേൻ നിന്റെ സങ്കേതമായി, നിന്റെ സഹായമായി. ഹല്ലേലൂയ. അതുകൊണ്ട് ഹൃദയം ഉല്ലസിക്കുന്നു, പാട്ടോടെ ഞാൻ അവനെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. ഉല്ലാസത്തിന്റെയും ആമേൻ ഘോഷത്തിന്റെയും ഹല്ലേലൂയ ആമേൻ നീതിമാന്മാരുടെ കൂടാരങ്ങളിൽ തക്ക വിധത്തിലുള്ള അനുഭവങ്ങൾ നിനക്ക് ഉണ്ടാകുവാൻ തക്കവണ്ണം ഇടയാകത്തക്ക വിധത്തിൽ ഇന്ന് രാത്രി നിന്നെ ശക്തീകരിക്കുവാൻ, നിന്നെ ബലപ്പെടുത്തുവാൻ, ആമേൻ നിന്നെ തല ഉയർത്തുവാൻ ശക്തരായ ദൈവം കൂടെ ഉണ്ട്. അവന്റെ സാന്നിധ്യം അനുഭവിക്കുന്നവർ ഒരിക്കൽ കൂടെ കർത്താവിന് മഹത്വം കൊടുത്താൽ. ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായം അതിന്റെ 1-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നത് അബ്രഹാമിന് ദർശനത്തിൽ, ഹല്ലേലൂയ, ഒരു കാലഘട്ടം കഴിഞ്ഞല്ലോ പലപ്പോഴായി അബ്രഹാമിന് ദൈവം പ്രത്യക്ഷപ്പെട്ടു. ഹല്ലേലൂയ. പലപ്പോഴായി ദൈവശബ്ദം കേട്ടവരെന്റെ മുമ്പിലുണ്ട്, പലപ്പോഴായി വാഗ്ദത്തം കേട്ടവരുണ്ട്. ഇന്ന് രാത്രി ദൈവം താങ്കളോട് ഇടപെടുകയാ, താങ്കളുടെ കുടുംബത്തോട് ഇടപെടുകയാ, താങ്കളുടെ തലമുറയോട് ഇടപെടുകയാ. ഹല്ലേലൂയ. അതിന്റെ ശേഷം അബ്രഹാമിന് ദർശനത്തിൽ യഹോവയുടെ അരുളപ്പാടുണ്ടായത്. ഹല്ലേലൂയ. അബ്രഹാമേ ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ പരിചയം നിന്റെ അതിമഹത്തായ പ്രതിഫലവുമാകുന്നു. ഹല്ലേലൂയ. അതെ, നീ പോകുന്നിടത്ത് ഒരു ദോഷവും കൂടാതെ കണ്ട്, നീ പോകുന്നിടത്ത് ഒരു അനർത്ഥവും ഭവിക്കാതെ കണ്ട് പരിചയമായി വെളിപ്പെടുന്ന ഒരു ദൈവ സാന്നിധ്യം അബ്രഹാമിനോട് പറയുക. അബ്രഹാമെ നീ എന്തിനാ ഭയപ്പെടുന്നേ? ഇന്നലെ നീ ആമേൻ അവിടെ നീ ഭയപ്പെട്ടതുപോലെ ഇനി നീ ഭയപ്പെടേണ്ട. കാരണം ആമേൻ നിന്നെ ഞാൻ നീതീകരിച്ചിരിക്കുകയാ, നിന്നെ ഞാൻ വിശ്വസിച്ചിരിക്കുകയാ, നിന്നെ ഞാൻ അനുഗ്രഹിച്ചിരിക്കുകയാ, നീ അനുഗ്രഹമായിരിക്കുകയാ, നീ അനേകരെ അനുഗ്രഹിക്കുവാൻ, നിന്നിലൂടെ അനേകര് അവൻ അനുഗ്രഹിക്കപ്പെടുവാൻ ഞാൻ നിന്നെ അഭിഷേകം ചെയ്തിരിക്കുകയാ, ഞാൻ നിന്റെ വേർതിരിച്ചിരിക്കുകയാ. ഹല്ലേലൂയ. അഭിഷക്തനെ ആമേൻ നീ ഭയപ്പെടേണ്ട. ആമേൻ അതെ, നിന്റെ പരിചയം നിന്റെ അതിമഹത്തായ പ്രതിഫലവും ആകുന്നു ഞാൻ. ഹല്ലേലൂയ. നിന്നെ വിളിച്ചിറക്കിയ ദൈവം ആരാണെന്ന് തിരിച്ചറിഞ്ഞാൽ നീ ഭയപ്പെടേണ്ടതായിട്ട് വരില്ല. ഹല്ലേലൂയ. അതെ, ഭയപ്പെടുത്തുന്ന അനവധി സംഭവങ്ങൾ നിന്റെ ചുറ്റും നടമാടിക്കൊണ്ടിരിക്കുമ്പോഴും അബ്രഹാമിനെ ബലപ്പെടുത്തിയ ദൈവം ഇന്ന് രാത്രി അത് നിന്നെ ബലപ്പെടുത്തുകയാണ്. സന്തോഷമുള്ളവർ, അവന്റെ സാന്നിധ്യം അനുഭവിക്കുന്നവർ ഒരിക്കൽ കൂടെ കരപടിച്ച കർത്താവിന് മഹത്വം കൊടുത്താൽ. ഹല്ലേലൂയ. നീ അവനും അവന്റെ വീട്ടിലും അവനുള്ള സകലത്തിനും ചുറ്റും വേലി കെട്ടിയിട്ടില്ലയോ? ഒരു ചോദ്യമാണ്. ആരോടാന്നറിയാമോ? അഖിലാണ്ടത്തെ സൃഷ്ടിച്ച സൃഷ്ടാവാം ദൈവത്തോടാ. ആരാ ചോദിക്കുന്നതെന്നറിയാമോ? ഈ ലോകത്തിന്റെ പ്രഭുവായ സാത്താൻ. ആരെ
ആരെക്കുറിച്ചാണ് ചോദിക്കുന്നതെന്ന് അറിയാമോ? ദോഷം വിട്ടകലുന്ന, നേരുള്ളവർ, നിഷ്കളങ്കൻ, നിർമ്മലൻ. ഹല്ലേലൂയ. ദൈവവുമായി ശരിയായ ബന്ധമുള്ള ആമേൻ ഭക്തനായ യോബിനെ കുറിച്ച് സാത്താൻ ദൈവത്തോട് ചോദിച്ചു, ആമേൻ, നീ അവന്റെ വീട്ടിനും അവനുള്ള സകലത്തിനും ചുറ്റും വേലി കെട്ടിയോ? സ്നേഹിതാ, നീ ഒരു നീതിമാനാണെങ്കിൽ ആമേൻ, നിനക്കും നിന്റെ വീട്ടിനും നിന്റെ വീട്ടിലുള്ള സകലത്തിനും വേലി കെട്ടുന്ന ഒരു സർവശക്തനായ ദൈവം നിന്റെ കൂടെയുണ്ട്. ഇന്ന് രാത്രി അവരുടെ സാന്നിധ്യം അനുഭവിക്കുന്നവർ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കുക. ഹല്ലേലൂയ. ഈ നീതിമാനായി ജീവിക്കുക കൃപ ലഭിച്ച ദൈവമക്കളെ ഒന്ന് ഉറക്കിയ. ഹല്ലേലൂയ. ആമേൻ. നീതീകരിക്കപ്പെട്ട ഒരു ദൈവ പൈതലിന്റെ ആമേൻ ജീവിതത്തിൽ ഹല്ലേലൂയ ദൂതന്മാരെ കൊണ്ട് വേലി കെട്ടുകയാണ്. ആമേൻ. കാലുകളിൽ തട്ടിപ്പോകാതിരിക്കാനേ നീ പോകുന്നിടത്തെല്ലാം ദൂതന്മാരെ. അതുകൊണ്ട് ആക്സിഡന്റിൽ നീ തകർന്നു പോകുവാൻ ദൈവം അനുവദിക്കത്തില്ല എന്ന് പറഞ്ഞാൽ ഇന്ന് രാത്രി എത്ര പേർ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കും? ഹല്ലേലൂയ. ഹല്ലേലൂയ. അപ്പൊ ചോദിക്കും, ആമേൻ, പാസ്റ്റർമാര്, ആമേൻ, ദൈവമക്കള് ആക്സിഡന്റ് എന്ത് ചെയ്യുന്നു? തകർന്നു പോകുന്നില്ലേ? ഹല്ലേലൂയ. ആമേൻ. അത് തകർക്കുന്നവന്റെ കയ്യിൽ നിന്നും വിടുവിക്കുന്നവനായ ദൈവത്തിന്റെ കരങ്ങളിൽ സുരക്ഷിതമായി ജീവിക്കുവാൻ കൃപ ലഭിച്ച ദൈവമക്കളെ നീ വിശ്വസിക്കുക. വിശ്വാസം ഹല്ലേലൂയ എന്നതോ ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവും. ഹല്ലേലൂയ. ആമേൻ. നീ അവനും അവന്റെ വീട്ടിനും അവനുള്ള സകലത്തിനും ചുറ്റും വേലി കെട്ടിയിട്ടില്ലയോ? ഹല്ലേലൂയ. അപ്പൊ പിശാചിന് മനസ്സിലായി, ഒരു നീതിമാന്റെ വീടിനും അവനുള്ളതിനും ദൈവം പരിചയായി, പ്രൊട്ടക്ഷനായി, ആമേൻ, കാവലായി ഇറങ്ങി വരികയാണ്. ഇന്ന് രാത്രി അത് തിരിച്ചറിയുന്ന ദൈവമക്കൾ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കും. എവിടെയെങ്കിലും നീതികേടുണ്ടെങ്കിൽ, എവിടെയെങ്കിലും അനീതി ഉണ്ടെങ്കിൽ, ആമേൻ, ഹല്ലേലൂയ, അനീതിയിൽ വസിക്കുന്ന, അശുദ്ധിയിൽ വാഴുന്ന ഒരു ദൈവമല്ല. ആമേൻ. അതുകൊണ്ട് ജീവിതത്തിന്റെ സമസ്ത മേഖലകളിൽ എവിടെയെങ്കിലും അല്പം അശുദ്ധി ഉണ്ടെങ്കിൽ, അനീതി ഉണ്ടെങ്കിൽ, ഇന്ന് രാത്രി അതിനെ തെരഞ്ഞ് പിടിച്ച് എടുത്ത് എറിയുവാൻ തയ്യാറായിക്കോ. ഹല്ലേലൂയ. നീതിമാന്റെ അനർത്ഥങ്ങൾ അസംഖ്യമാ, അവയെല്ലാത്തിൽ നിന്നും യഹോവ അവനെ വിടുവിക്കും. ഹല്ലേലൂയ. ആമേൻ. ആകാശം മാറിയാലും ഭൂമി മാറിയാലും മാറാത്ത തിരുവചന സത്യങ്ങൾ ആമേൻ നിലനിൽക്കുന്നിടത്തോളം കാലം ഒരു ദുഷ്ട പിശാചിനും ഒരു നീതിമാനെ എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ആമേൻ, തകർക്കാൻ പറ്റത്തില്ല. എന്നാൽ ദൈവം അനുവദിച്ചിട്ട് ആമേൻ ചില കഷ്ടങ്ങൾ, ചില നഷ്ടങ്ങൾ, ചില വേദനകൾ ആമേൻ അത് അനുഭവിക്കേണ്ടി വരും. ഹല്ലേലൂയ. ആമേൻ. തൃക്കൈയിൽ കിട്ടി. ഹല്ലേലൂയ. നീ അവന്റെ പ്രവൃത്തിയെ അനുഗ്രഹിച്ചിരിക്കുന്നു. അപ്പോ അവൻ നീതിമാനായ അവൻ യോബിനെ ദൈവം അനുഗ്രഹിച്ചിരിക്കുന്നു എന്ന് ആരാ പറയുന്ന? ഒരു പ്രവാചകനല്ല, ഒരു അഭിഷക്തനല്ല, പിന്നെ ആരാ? ലോകത്തിന്റെ പ്രഭുവായ സാത്താനാ പറയുന്നേ. നീ അവനുള്ളത്, അവനെ, അവന്റെ സകലത്തെയും വേലി കെട്ടിയിരിക്കുന്നു. കൂടാതെ നീ അവന്റെ പ്രവൃത്തിയെ എന്ത് ചെയ്തിരിക്കുക? അനുഗ്രഹിച്ചിരിക്കുക. ദുഷ്ടന്മാരുടെ കൂടെ കൂടാതെ, പാപികളുടെ കൂടെ കൂടാതെ, പരിഹാസികളുടെ കൂടെ കൂടാതെ, രാപ്പകൽ യഹോവയുടെ വചനത്തിൽ ധ്യാനിച്ച് ജീവിക്കുന്ന ഒരു ദൈവ പൈതൽ നീതിമാന അവൻ ചെയ്യുന്നതെല്ലാം സാധിക്കും. ആമേൻ. സങ്കീർത്തനം 1. ഹല്ലേലൂയ. എന്നാൽ ഇവിടെ ആമേൻ യോബിനെ ആമേൻ അത് കണ്ടിട്ട് ആമേൻ സാത്താൻ ദൈവത്തോട് ചില ചോദ്യം ചോദിച്ച് ആമേൻ അതെ അടുത്തു വരികയാണ്. ആമേൻ. നീതിമാനായ ദോഷം വിട്ട് നിർമ്മലൻ. ഹല്ലേലൂയ. അങ്ങനെ ഭക്തിയോടെ ജീവിക്കുന്ന യോബിനെ അനുഗ്രഹിച്ചൊരു ദൈവത്തെ കുറിച്ച് സാത്താൻ അറിവുണ്ട് കേട്ടോ. ഹല്ലേലൂയ. ആമേൻ. അവന്റെ മൃഗസമ്പത്ത് ദേശത്ത് പെരുകിയിരിക്കുന്നു. ആമേൻ. നോക്കിക്കേ, ദൈവത്തിന്റെ അനുഗ്രഹം ഒരുവന്റെ മേൽ വന്നു കഴിഞ്ഞാൽ അവൻ ദേശത്ത് ആമേൻ അതെ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ ജീവിക്കുവാൻ തക്കവണ്ണം ഇടയാകും. ആമേൻ. സാത്താന് അത് കാണാനിടയാകും. ആമേൻ. സാത്താന് അത് കാണുമ്പോൾ അടങ്ങിയിരിക്കാൻ ഒക്കത്തില്ല. കൈ നീട്ടി അവനുള്ളതൊക്കെയും ഒന്ന് തൊടുക, അവൻ നിന്നെ മുഖത്ത് നോക്കി ത്യജിച്ചു പറയും എന്ന് ഉത്തരം പറഞ്ഞു. ഹല്ലേലൂയ. അപ്പോൾ യഹോവ സാത്താനോട്, ഇതാ അവൻ നിന്റെ കയ്യിലിരിക്കുന്നു, അവന്റെ പ്രാണനെ മാത്രം തൊടരുത് എന്ന് കൽപ്പിച്ചു. ഹല്ലേലൂയ. നോക്കണേ, പ്രാണനെ മരണത്തിൽ നിന്ന് വിടുവിക്കുന്ന സർവശക്തനായ ദൈവം ആമേൻ സാത്താനോട് പറയുക, ആമേൻ അവന്റെ പ്രാണനെ മാത്രം എന്ത് ചെയ്യരുത്? തൊടരുത്.
ഹല്ലേലൂയ. ബാക്കിയെല്ലാം തൊട്ടു. അങ്ങനെ ദോഷമിട്ടകലുന്ന നീതിമാനായ ഹല്ലേലൂയ ആമേൻ നിഷ്കളങ്കനായ യോബിന്റെ ജീവിതത്തിലെ ആമേൻ ഭൗതികമായിട്ടുള്ള എല്ലാ നന്മകളും ഓരോന്നോരോന്നായി എന്ത് ചെയ്യാൻ നഷ്ടപ്പെടാൻ തുടങ്ങി. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഇന്ന് രാത്രി നീ എന്തിനു വേണ്ടിയാ കരഞ്ഞുകൊണ്ടിരിക്കുന്നത്? ആമേൻ, നിന്റെ പ്രാണന് ഒരു കുഴപ്പമില്ലല്ലോ. ഹല്ലേലൂയ. നിന്റെ പ്രാണൻ ഇന്ന് ഉശിരോടെ ഉണ്ടല്ലോ. ഹല്ലേലൂയ. നഷ്ടപ്പെട്ടതിനെയൊക്കെ തിരികെ തരാൻ ആർക്ക് കഴിയും? ദൈവത്തിന് കഴിയും. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. നിന്റെ പ്രാണനെ തൊടാൻ അനുവദിക്കാത്ത ദൈവം. ഹല്ലേലൂയ. ആമേൻ. ദൈവത്തിന്റെ മാനദണ്ഡം അനുസരിച്ച് നീതി പുലർത്തുക ആമേൻ എന്നത് ദൈവത്തെ അനുകരിക്കുക എന്നതാണ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ മാനദണ്ഡം എന്താ? ദൈവത്തിന്റെ മാനദണ്ഡം ഇരയാലൊന്നും യോബ് ദൈവം മുമ്പാകെ പാപം ചെയ്തില്ലെന്ന്. ഹല്ലേലൂയ. എന്തെങ്കിലും നഷ്ടപ്പെട്ട് കഴിയുമ്പോൾ ആരെങ്കിലും എതിരെ സംസാരിച്ചാൽ ജഡം അങ്ങ് പൊങ്ങും അല്ലെ. പിന്നെ ഇങ്ങനെ നീതി നിവർത്തിച്ചതൊക്കെ മറന്നുപോകും. എങ്ങനെയാ? ആ യോർദാനിലെ ഇറങ്ങി സ്നാനപ്പെട്ട കാര്യമൊക്കെ സകല നീതിയും നിവർത്തിക്കുന്നത് നമുക്ക് ഉചിത. നീതിമാനാകാനായിട്ട് നീ ആ സ്നാനക്കുളത്തിൽ ഇറങ്ങിയതൊക്കെ അങ്ങ് മറക്കും. എന്നിട്ട് നിന്റെ വായിൽ നിന്ന് വരുന്ന ഡയലോഗ് ഒക്കെ കേൾക്കുമ്പോ പിശാച് എന്ത് ചെയ്യുന്നറിയാമോ? കൈയടിച്ചിരിക്കും. നീ ആത്മാവിൽ നൃത്തം ചെയ്യുന്നതിനേക്കാൾ അധികം സാത്താൻ നൃത്തം ചെയ്യും. ആ കൂടെ നീയും കൂടും. ഇപ്പൊ സാത്താൻ ആരാ? ആമേൻ. നീ ആരാന്ന് തിരിച്ചറിയാൻ പറ്റാത്ത ലെവലിലാ ഇന്ന് വലയെടുത്തു. അങ്ങനെയാ. എന്നാൽ ഇന്ന് രാത്രി നീതിമാനെ അനുഗ്രഹിക്കുന്ന ദൈവം, നീതിമാനെ ശക്തീകരിക്കുന്ന ദൈവം, നീതിമാന്റെ തലയെ ഉയർത്തുന്ന ദൈവം. ഹല്ലേലൂയ. ദൈവം സ്നേഹിക്കുന്നതിനെ സ്നേഹിക്കുക. എന്തുവാ? ദൈവം സ്നേഹിക്കുന്നതിനെ സ്നേഹിക്കുക. ദൈവം ചെയ്യുന്നത് ചെയ്യുക. ദൈവം വെറുക്കുന്നതിനെ വെറുക്കുക എന്നിവയാണ് ഇതിനർത്ഥം. അല്ലെങ്കിൽ അത്ര പേർക്ക് മനസ്സിലായി? അല്ലെങ്കിൽ ദൈവം വെറുക്കുന്നതിന് എന്ത് ചെയ്യണം? വെറുക്കണം. ദൈവം സ്നേഹിക്കുന്നതിന് എന്ത് ചെയ്യണം? സ്നേഹിക്കണം. ഹല്ലേലൂയ. ആമേൻ. അതെ, ദൈവം ചെയ്യുന്നത് എന്ത് ചെയ്യണം? ചെയ്യാൻ തയ്യാറാകണം. ഹല്ലേലൂയ. ദൈവം തന്റെ പുത്രനായ യേശു ക്രിസ്തുവിനെ എന്ത് ചെയ്യുന്നു? സ്നേഹിക്കുന്നു. ആമേൻ. അവൻ മനുഷ്യരെ സ്നേഹിക്കുന്നു. ദൈവം നന്മ ചെയ്യുന്നത് ഇഷ്ടപ്പെടുന്നു. ആമേൻ. എല്ലാത്തരം പാപങ്ങളെയും ദൈവം എന്ത് ചെയ്യുന്നു? വെറുക്കുന്നു. ഹല്ലേലൂയ. ആമേൻ. അതെ, ദൈവം നന്മ ചെയ്യുന്നത് ഇഷ്ടപ്പെടുന്നു. ആമേൻ. എല്ലാത്തരം പാപങ്ങളെയും ദൈവം എന്ത് ചെയ്യുന്നു? വെറുക്കുന്നു. ഇന്ന് രാത്രി അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ദൈവമക്കളെ ദൈവം വെറുക്കുന്നതിനെ വെറുക്കാൻ തയ്യാറാകുക. ഹല്ലേലൂയ. ദൈവം ഉപേക്ഷിക്കാൻ പറയുന്നതിനെ ഉപേക്ഷിക്കുവാൻ തയ്യാറാകുക. അബ്രഹാമേ, ഞാൻ നിന്നെ അനുഗ്രഹിക്കും, ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് ഇറങ്ങി പുറപ്പെടുക എന്ന് പറഞ്ഞപ്പോൾ ഹല്ലേലൂയ. ആമേൻ. അത് ജഡരക്തങ്ങളോട് ചോദിക്കുവാൻ അത് സമയം കളയാതെ ഹല്ലേലൂയ ഇറങ്ങി പുറപ്പെട്ട അബ്രഹാമിനെ പോലെ ഹല്ലേലൂയ ഇന്ന് രാത്രി കർത്താവിന് വേണ്ടി വിശുദ്ധ ജീവിതം നയിക്കുവാൻ സമർപ്പിക്കപ്പെട്ട ദൈവമക്കളെ നീതിയോടെ ഉത്തരമരുളുന്ന ഒരു ദൈവം. ഹല്ലേലൂയ. ആമേൻ. ദൈവം തന്റെ പുത്രനായ യേശു ക്രിസ്തുവിനെ എന്ത് ചെയ്യുന്നു? സ്നേഹിക്കുന്നു. അവൻ മനുഷ്യരെ സ്നേഹിക്കുന്നു. ദൈവം നന്മ ചെയ്യുവാൻ ഇഷ്ടപ്പെടുന്നു. എല്ലാത്തരം പാപങ്ങളെയും ദൈവം വെറുക്കുന്നു. അപ്പൊ പാപം എന്ന് പറയുമ്പോ ചെറുതൊന്നും വലുതൊന്നുമായ പാപമില്ല. പാപം ചെറുതായാലും വലുതായാലും പാപമാ. ഹല്ലേലൂയ. സഹോദരന്റെ നിസ്സാരായത് കണ്ടാൽ അത് പാപമാ. ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് രാത്രി പാപത്തോട് സലാം പറഞ്ഞ്, പാപത്തോട് ടാറ്റ പറഞ്ഞ് നീതിമാന്റെ ലിസ്റ്റ് എഴുതിയ പോരാ, നീതീകരണം പ്രാപിച്ച് ജീവിക്കുവാൻ തക്കവണ്ണമിടയാകാം. ഹല്ലേലൂയ. ആമേൻ. ജഡമോഹം, കൺമോഹം, ജീവനത്തിന്റെ പ്രതാപം, ഇങ്ങനെ ലോകത്തിലുള്ളത് എല്ലാം പിതാവിൽ നിന്നല്ല, ലോകത്തിൽ നിന്നത്രേ ജനിക്കും. ഹല്ലേലൂയ. ലോകത്തിൽ നിന്നത്രേ ആകുന്നു. ഹല്ലേലൂയ. എന്തുകൊണ്ടാണ് ഈ ജഡമോഹത്തെ കുറിച്ച്, കൺമോഹത്തെ കുറിച്ച്, ജീവനത്തിന്റെ പ്രതാപത്തെ കുറിച്ച് ഹല്ലേലൂയ ഈ മെസ്സേജിന്റെ ഇടയിൽ പറയേണ്ടത് വന്നതെന്ന് ചോദിക്കുന്നവരുണ്ട്. ഹല്ലേലൂയ. നീ നീതീകരിക്കപ്പെട്ടിട്ടു. ഹല്ലേലൂയ. എന്തിൽ നിന്നാണ് നീതീകരിക്കപ്പെട്ടത്? നിന്റെ ഈ ജഡത്തിൽ ആമേൻ അതേ മലിനപ്പെട്ട് കിടക്കുന്ന പാപ സ്വഭാവത്തിൽ നിന്ന്, ഹല്ലേലൂയ പാപപ്രവൃത്തികളിൽ നിന്ന്. ഹല്ലേലൂയ. ആമേൻ. അതെ, ഒരു ആമേൻ അപവാദവുമില്ല. ആമേൻ. ഈ വീണുപോയ ലോകത്ത് ആമേൻ ആര് വീണുപോയി? ദൈവം തന്റെ കൈകൊണ്ട് സൃഷ്ടിച്ച മനുഷ്യൻ ദൈവം വ്യവസ്ഥ കൊടുത്തു.
ദൈവം നിയമം കൊടുത്തു. ആ നിയമം അവർ ലംഘിച്ചപ്പോൾ അവർ വീണുപോയി. എവിടെയാ വീണത്? ദൈവ സന്നിധിയിൽ. ഹല്ലേലൂയ. ദൈവ സന്നിധിയിൽ നിന്ന് അവർ വീണുപോയി. ഹല്ലേലൂയ. ആത്മീയ മരണം അവർക്ക് സംഭവിച്ചു. ഹല്ലേലൂയ. ഈ വീണുപോയ ലോകത്ത് ഒരു വിശ്വാസിയുടെ സ്നേഹത്തിന് യോഗ്യമായ ഒന്നും തന്നെ ഇല്ല. ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവകൃപയിലായിരിക്കുന്ന ഒരു ദൈവമക്കൾക്ക് യോഗ്യമായതൊന്നും ഈ ലോകത്തില്ലെന്ന്. ഹല്ലേലൂയ. മനുഷ്യന്റെ വീണുപോയ സ്വഭാവത്തിൽ നിന്നുള്ള മോഹങ്ങൾ. ഹല്ലേലൂയ. ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ വളരെ ശ്രദ്ധയോടായിരിക്കണം. ആമേൻ. അതെ, ദൈവം ആക്കി വെച്ച തോട്ടത്തിനകത്ത് ആമേൻ അനുസരണക്കേട് നിമിത്തം വീണുപോയ ജഡ സ്വഭാവമുള്ള മനുഷ്യനായി മാറിയ മനുഷ്യന് ആമേൻ അതെ ഒരു വിശ്വാസിയുടെ സ്നേഹത്തിന് യോഗ്യമായ ഒന്നും തന്നെ ഇല്ല എന്ന്. ഹല്ലേലൂയ. ആമേൻ. വീണുപോയ ലോകത്ത് ഒരു വിശ്വാസിയുടെ സ്നേഹത്തിന് യോഗ്യമായ ഒന്നും തന്നെ ഇല്ല. ആമേൻ. മനുഷ്യന്റെ വീണുപോയ സ്വഭാവത്തിൽ നിന്നുള്ള മോഹങ്ങൾ. ആമേൻ. അപ്പൊ മോഹം ആമേൻ ആരിലാണ് ജനിക്കുന്നത്? ഹല്ലേലൂയ. മനുഷ്യൻ കാണുന്നത് മൂലം ഉണ്ടാകുന്ന മോഹങ്ങൾ. ആമേൻ. അഹങ്കാരം, സ്വയം ഉയർത്തുക. ആമേൻ. ഇവ മാത്രമാണ് ലോകത്തിലെ ആമേൻ ഒരേ ഒരു കാര്യം. അഹങ്കാരം. കാണുന്നതെല്ലാം വെട്ടിപ്പിടിക്കണം. ആമേൻ. പരസ്യങ്ങളിലൂടെ കാണുന്നതെല്ലാം വാങ്ങിച്ചു കൂട്ടണം. ഹല്ലേലൂയ. അങ്ങനെ മോഹം ജ്വലിക്കുന്നു, അങ്ങനെ അഹങ്കരിക്കുന്നു. ഹല്ലേലൂയ. സൗന്ദര്യ വസ്തുക്കൾ, ഉള്ള സൗന്ദര്യമൊന്നും പോരാ, അവിടെ ഇവിടെയൊക്കെ തേച്ച് വെളുപ്പിക്കണം, അവിടെ ഇവിടെയൊക്കെ വടിച്ച് ആമേൻ എന്ത് ചെയ്യണം? ക്ലീൻ. ആമേൻ. അതെ, നോഹ യഹോവയ്ക്ക് ഒരു യാഗപീഠം എന്ത് ചെയ്തു? പടുത്തു. ദൈവത്തെ ആരാധിക്കാൻ വേണ്ടി ആക്കി വെച്ച മനുഷ്യന്റെ അകത്ത് എപ്പോഴും ദൈവം ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ജഡമോഹവും കൺമോഹവും ജീവനത്തിന്റെ പ്രതാപവും ഒക്കെ കയറി അനേകർ തകർന്നുകൊണ്ടിരിക്കുമ്പോൾ അതിനിടയില് നീതിമാനായ നോഹയ്ക്ക് ദൈവത്തിന്റെ കൃപ ലഭിച്ചു. അപ്പൊ അക്കാലത്തും ഇക്കാലത്തും ദൈവം കൃപ കൊടുക്കുന്നത് ആർക്കാ? ഒന്ന് പറഞ്ഞേ. ഇത് ലൈവിലാണെന്ന് എനിക്കറിയാം. ആമേൻ. കേൾക്കുന്നവർ കേൾക്കട്ടെ, ഹൃദയമുള്ളവൻ ചിന്തിക്കട്ടെ, ആമേൻ. കാതുള്ളവൻ കേൾക്കട്ടെ, ഗ്രഹിക്കട്ടെ. ആർക്കാ ദൈവം കൃപ കൊടുക്കുന്നത്? നീതിമാന. ഹല്ലേലൂയ. ആരുടെ വീടിനെയാ സംരക്ഷിക്കുന്നത്? നീതിമാന്റെ വീടിനെയാ. ഹല്ലേലൂയ. എന്നാൽ ചില സമയങ്ങളിൽ അവൻ സാത്താന് അവസരം കൊടുക്കും. എന്തിനാണെന്നറിയാമോ? നിന്നെ ഒന്ന് പരീക്ഷിക്കാനാ. ഹല്ലേലൂയ. നീതിമാൻ തകർന്നു പോകുവാൻ അനുവദിക്കുന്ന ദൈവമല്ല, നീതിമാന് പരിചയമായി വെളിപ്പെടുന്ന ഒരു ദൈവം. ഹല്ലേലൂയ. അപ്പൊ നോഹ യഹോവയ്ക്ക് ഒരു യാഗപീഠം എന്ത് ചെയ്തു? പണിതു. അപ്പൊ നീതിമാനാണെങ്കിൽ അവൻ ദൈവത്തെ ആരാധിക്കാൻ മനസ്സ് വെക്കും. അവൻ യോബിന്റെ ജീവിതത്തിലും അവൻ ദൈവത്തെ ആരാധിക്കുമായിരുന്നു. അബ്രഹാമിന്റെ ജീവിതത്തിലും അബ്രഹാം ദൈവത്തെ ആരാധിക്കുമായിരുന്നു. ഇവിടെ ഇതാ ഉൽപ്പത്തി പുസ്തകം 8-ാം അധ്യായം 20-21 വാക്യങ്ങൾ വായിക്കുമ്പോൾ നോഹ യഹോവയ്ക്ക് ഒരു യാഗപീഠം പണിതു. ആമേൻ. ശുദ്ധിയുള്ള സകല മൃഗങ്ങളിലും ശുദ്ധിയുള്ള എല്ലാ പർവ്വതങ്ങളിലും ചിലതെടുത്ത് യാഗപീഠത്തിന്മേൽ ഹോമയാഗം അർപ്പിച്ചു. അപ്പൊ ആരാധനയ്ക്ക് ശുദ്ധി വേണം. ഹല്ലേലൂയ. ആരാധിക്കുന്നവന് ശുദ്ധി വേണം. ഹല്ലേലൂയ. അതുകൊണ്ട് അപ്പോസ്തലനായിരിക്കുന്ന പത്രോസ് ലേഖനം എഴുതിയപ്പോൾ നിങ്ങൾ ഈ ലോകത്തിന് എന്ത് ചെയ്യരുത്? അനുരൂപമാകരുത്. ഹല്ലേലൂയ. അപ്പൊ ഈ യാഗത്തിൽ ആമേൻ അതെ നോഹ ആമേൻ കഴിച്ച യാഗത്തിൽ ഹല്ലേലൂയ യാഗപീഠത്തിൽ വെച്ച യാഗവസ്തുവിൽ ഹല്ലേലൂയ അതേ തീയിറങ്ങി യാഗം കഴിച്ചു. യഹോവ സൗരഭ്യ വാസന മണത്തപ്പോൾ യഹോവ തന്റെ ഹൃദയത്തിൽ അരുളി ചെയ്തത്, ഞാൻ മനുഷ്യന്റെ നിമിത്തം ഇനി ഭൂമി എന്ത് ചെയ്യില്ല? ശപിക്കില്ല. മനുഷ്യന്റെ മനോനിരൂപണം ഭാര്യ മുതൽ ദോഷമുള്ളതാകുന്നു. ഞാൻ ചെയ്തതുപോലെ സകല ജീവികളെയും ഇനി എന്ത് ചെയ്യത്തില്ല? നശിപ്പിക്കത്തില്ല. അങ്ങനെ കരുണാവാനായ ദൈവം കരുണ കാണിച്ചത് കൊണ്ടാ ദൈവമക്കളെ ഇന്നും ഇങ്ങനെ നിൽക്കുന്നത്. അല്ലെങ്കിൽ ആ ഏതെങ്കിലും നിന്ന് ആട്ടി പുറത്താക്കിയതുപോലെ എന്നെ പുറത്താക്കിയത് ആമേൻ അതേ തീച്ചൂള ആമേൻ കത്തുന്ന ഒരു തീപ്പൊയ്ക വരുന്നുണ്ട്. ഹല്ലേലൂയ. അന്ന് സകല ആമേൻ ദുഷ്പ്രവർത്തിക്കാരും അഹങ്കാരികൾ വേരും കൊമ്പും രക്ഷിക്കാതെ തീയിലിട്ട് ചുട്ടുകളയത്തില്ല. ആമേൻ തീക്കാത്ത തള്ളിയിടും. അവിടെ ചാകത്തില്ലെന്നേ. ചാകാത്ത മുഴുവൻ കെടാത്ത തീയും ഒരു നരകം തന്നെയാണ്. ഹല്ലേലൂയ. മലാഖിയുടെ പുസ്തകം ഒന്ന് വായിക്കണേ. ആമേൻ അതിന്റെ ആമേൻ അതെ യൂട്യൂബിനകത്ത് ഒത്തിരി ക്ലിപ്പുകളൊക്കെ ഉണ്ട്. ഇടയ്ക്കൊക്കെ ഒന്ന് കാണണേ. ഹല്ലേലൂയ. ആമേൻ അതെ സ്വർഗം സന്തോഷിക്കുന്നു എന്ന് പറഞ്ഞ ആമേൻ ഒരു ഫിലിം ഉണ്ട്. ഹല്ലേലൂയ. അതൊക്കെ ഒന്ന് കാണണം. ആമേൻ നരകത്തിനകത്ത് വീണ് നരകതുല്യമായ ജീവിതത്തിനുടമയായി ആമേൻ അങ്ങനെ ആഗ്രഹിക്കുന്നവർ ഇതൊന്നും കേൾക്കണമെന്നില്ല. ആ സ്വർഗത്തിലേക്ക് പോകണം. ആ സ്വർഗീയ സമാധാനവും സന്തോഷവും ഒക്കെ ആവശ്യമാണ് എന്ന് ചിന്തിക്കുന്നവർക്ക് വേണ്ടിയാ ഇന്ന് രാത്രി ആമേൻ ഈ ലൈവിലൂടെ ഈ സന്ദേശം പറയുന്നത്.
പറയുന്നത്. അവൻ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്നവർക്ക് ആത്മഭാരം വേണം. അയ്യോ, ഞാൻ അധ്വാനിച്ച് ആഹാരം കഴിക്കുന്ന എന്റെ ഭാര്യ, ആമേൻ, മക്കൾ നരകത്തിൽ പോകാൻ ഇടയാകാതെ അവർക്ക് വേണ്ടി ഇടിവിൽ നിൽക്കണം, കരയണം, പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. എങ്ങനെയെന്നാൽ ഹല്ലേലൂയ, ദുശ്ചിന്ത, കൊലപാതകം, വ്യഭിചാരം, പരസംഗം, മോഷണം, കള്ളസാക്ഷ്യം, ദൂഷണം എന്നിവ ഹൃദയത്തിൽ നിന്ന് പുറപ്പെട്ടു വരും. ദൈവമക്കളെ, രക്ഷിക്കപ്പെട്ടതാ, സ്നാനപ്പെട്ടതാ, പക്ഷേ പലരുടെ അകത്ത് എന്തുണ്ട്? ദുശ്ചിന്തയുണ്ട്. ഹല്ലേലൂയ. പലരും കൊലപാതകം ചെയ്യുന്നുണ്ട്. രക്ഷിക്കപ്പെട്ടെന്ന് പറഞ്ഞ എത്ര പേര്? ഹല്ലേലൂയ. വ്യഭിചാരവും ചെയ്യുന്നുണ്ട്, പരസംഗവും ചെയ്യുന്നുണ്ട്, മോഷണം, കള്ളസാക്ഷ്യം, ദൂഷണം എന്നിവ ഹൃദയത്തിൽ നിന്ന് എന്ത് ചെയ്യുന്നു? അപ്പോ അവൻ നീതിമാനായി ജീവിക്കുവാൻ, ഹല്ലേലൂയ, സമർപ്പിക്കപ്പെട്ട വ്യക്തിയുടെ അകം, ഹൃദയം അവൻ ശുദ്ധമാക്കപ്പെടണം. ഹല്ലേലൂയ. ദൈവത്തെ പരിജ്ഞാനത്തിൽ ധരിപ്പാൻ ഇഷ്ടമില്ലാത്തതിനോ തക്കവണ്ണം ദൈവം അവരെ ഉചിതമില്ലാത്തത് ചെയ്യുവാൻ നികൃഷ്ട ബുദ്ധിയിൽ ഏൽപ്പിച്ചു എന്ന് പറഞ്ഞാൽ ദൈവത്തോട് മത്സരിക്കുന്ന ചില ആളുകളുണ്ട്. ഹല്ലേലൂയ. അങ്ങനെയുള്ളവരെ ദൈവത്തെ പരിജ്ഞാനത്തിൽ ധരിപ്പാൻ ഇഷ്ടമില്ലാത്തതിന് തക്കവണ്ണം ആമേൻ ദൈവം അവരെ ഉചിതമില്ലാത്തത് ചെയ്യുവാൻ നികൃഷ്ട ബുദ്ധിയിൽ എന്ത് ചെയ്തു? ഏൽപ്പിച്ചു. അതുകൊണ്ട് ദൈവമക്കളെ, മത്സരി പിടിക്കരുത്, ദൈവത്തോട് മറുതലിക്കരുത്. ആമേൻ. ദൈവം അവസരങ്ങൾ തന്നിട്ട് ആമേൻ അത് തക്കത്തിൽ വിനിയോഗിക്കാൻ തയ്യാറാകാതെ, ഹല്ലേലൂയ, ദൈവത്തോട് മറുതലിച്ചാൽ ദൈവം ഉചിതമല്ലാത്തത് ചെയ്യുവാൻ നികൃഷ്ട ബുദ്ധിയിൽ ഏൽപ്പിച്ചു. ഹല്ലേലൂയ. അവൻ സകല അനീതിയും ദുഷ്ടതയും അത്യാഗ്രഹവും ദുർബുദ്ധിയും നിറഞ്ഞവൻ, അസൂയ, കുല, പിണക്കം, കപടം, ദുശീലം എന്നിവ തിങ്ങിയവർ, കുരുളക്കാർ, ഏഷണിക്കാർ, ദൈവദോഷികൾ, നിഷ്ഠൂരന്മാർ, ഗർഭിഷ്ഠന്മാർ, ആത്മപ്രശംസക്കാർ, പുതുദോഷം സങ്കല്പിക്കുന്നവർ, മാതാപിതാക്കന്മാരെ അനുസരിക്കണം. ഇന്നത്തെ തലമുറയ്ക്കകത്ത് കാണുന്ന ഈ പാക്കേജ് വീട്ടിലുണ്ടോ? വീട്ടിലിരിപ്പുണ്ടോ ഈ പറഞ്ഞ കൂട്ടര്? ഹല്ലേലൂയ. ബുദ്ധിഹീനർ, നിയമലംഘികൾ, വാത്സല്യമില്ലാത്തവർ, കനിവെച്ചവർ, ഈ വക പ്രവർത്തിക്കുന്നവർ മരണയോഗ്യർ എന്നുള്ള അവർ അറിഞ്ഞിട്ടും അവയെ പ്രവർത്തിക്കുക മാത്രമല്ല പ്രവർത്തിക്കുന്നവരിൽ പ്രസാദിക്കുകയും കൂടെ ചെയ്യുന്നു. ഹല്ലേലൂയ. നോക്കുക ദൈവമക്കളെ, ആമേൻ, നമ്മുടെ ഇടയിൽ ഇത്തരക്കാരുണ്ടെങ്കിൽ ഹല്ലേലൂയ നമ്മുടെ കുടുംബത്തിൽ നീതി വെളിപ്പെടത്തില്ല. ഹല്ലേലൂയ. റോമാലേഖനം ആമേൻ 1-ാം അധ്യായം 28 മുതൽ 32 വരെയുള്ള വേദഭാഗങ്ങൾ വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്ന കാര്യമാണ് ഇന്ന് രാത്രി ഞാൻ വായിച്ചു കേൾപ്പിച്ചത്. ഹല്ലേലൂയ. ഈ ലോകത്തിന് അനുരൂപമാകാതെ പ്രിയമുള്ളവരെ, രക്ഷിക്കപ്പെട്ടവരാണ്, സ്നാനപ്പെട്ടവരാണ്, ദൈവസഭയുടെ അംഗമാണ്, ആമേൻ, നീതിമാനാണെന്ന് പറയുന്നുണ്ട്. പക്ഷെ കയ്യിലിരിപ്പ് മുഴുവനും ഇങ്ങനെയാണ്. എങ്ങനെ? ഹല്ലേലൂയ. ആമേൻ, രക്ഷിക്കപ്പെട്ടതല്ലേ, സ്നാനപ്പെട്ടതല്ലേ, ദൈവസഭയുടെ അംഗമല്ലേ? ഹല്ലേലൂയ. എന്നാൽ അസൂയപ്പെടാനുണ്ടോ? കൊലപാതകം, പിണക്കം, മിണ്ടത്തില്ല, കൂട്ടിയിടിച്ച മിണ്ടത്തില്ല. കർത്താവ് ഇപ്പൊ വന്നാ പോകുന്നു പറഞ്ഞിരിക്കുന്നത്. ഹല്ലേലൂയ. കപടം, ദുശീലം എന്നിവ തുടങ്ങി കുരുളക്കാർ, ഏഷണിക്കാർ, ദൈവദോഷികൾ, നിഷ്ഠൂരന്മാർ, ഗർഭിഷ്ഠന്മാർ, ആത്മപ്രശംസക്കാർ, പുതുദോഷം സങ്കല്പിക്കുന്നവർ, മാതാപിതാക്കന്മാരെ അനുസരിക്കാത്തവർ, ഹല്ലേലൂയ, ബുദ്ധിഹീനർ, നിയമലംഘികൾ. ദൈവം പറഞ്ഞിരിക്കുന്ന നിയമം ലംഘിക്കുന്നു. ഹല്ലേലൂയ. വാത്സല്യമില്ലാത്തവർ. എത്ര കൊണ്ട് കൊടുത്താലും സ്നേഹിക്കാത്ത ഭാര്യമാരുണ്ട്, മക്കളുണ്ട്. ഭർത്താക്കന്മാർക്ക് കീഴ്പ്പെട്ടിരിക്കണമെന്നാണ്. ഭാര്യമാരെ അനുസരിച്ചില്ലെങ്കിൽ പിന്നെ കാര്യം പോക്കാം. അങ്ങനെയുള്ള ഒത്തിരി കുടുംബമുണ്ട്. ഹല്ലേലൂയ. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഹല്ലേലൂയ, അതിനാൽ നാം അതിനോട് എന്ത് ചെയ്യരുത്? അനുരൂപപ്പെടരുത്. ഇങ്ങനെയുള്ള ആളുകളെ പോലെ ജീവിക്കുവാൻ രക്ഷിക്കപ്പെട്ടവർ തയ്യാറാകരുത്, സ്നാനപ്പെട്ടവർ തയ്യാറാകരുത്. നമ്മുടെ ചുറ്റുപാട് നോക്കിയാൽ, അയൽപക്കത്തെ വീടുകളിൽ നോക്കിയാൽ, ലോകരാജ്യങ്ങളിൽ നോക്കിയാൽ ഇഷ്ടംപോലെ നമുക്ക് ആളുകളെ കാണാൻ കഴിയും. നേതാക്കന്മാരുടെ ഇടയിലുണ്ട്,
കൂടെ ഇരുന്ന് ആരാധിക്കുന്നവർ ആരാധന കണ്ടാൽ ഇവരെ പോലെ ആത്മീയർ വേറെയില്ല. പക്ഷേ അവരുടെ അകത്തുനിന്ന് വെളിയിലേക്ക് വരുന്ന ചില പരിപാടികളും ചില ക്രമക്കേടുകളും കാണുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്? ഇതിനെക്കാട്ടും നല്ലത് അതെ ആ പഴയ ജീവിതമായിരുന്നു എന്ന് ചിന്തിക്കുന്നത്. ഹല്ലേലൂയ. അങ്ങനെ ചിന്തിച്ച് ഒതുങ്ങി കഴിയുന്ന ഒത്തിരി പേരുണ്ട്. ഇതിനൊക്കെ കണക്ക് കൊടുക്കേണ്ട ഒരു സമയം വരുന്നുണ്ട്. ഹല്ലേലൂയ. അതിനാൽ അതിനോട് അനുരൂപപ്പെടരുത്. ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി എന്ത് ചെയ്യണം? രൂപാന്തരപ്പെടണം. അല്ലെങ്കിൽ ഇങ്ങനെയുള്ളവരെ കണ്ടിട്ട് വിമർശിച്ച് കുറ്റം പറഞ്ഞ് സമയം നോക്കി ഒതുങ്ങിപ്പോകാതെ അതുപോലെ ആകാതെ വിശുദ്ധ ജീവിതം നയിപ്പാൻ ഹല്ലേലൂയ തയ്യാറാകണം. ഹല്ലേലൂയ. ന്യായപ്രമാണം പാപസംബന്ധമായ ആഗ്രഹങ്ങൾ ഉളവാക്കി. ഹല്ലേലൂയ. ചില കാര്യങ്ങൾ ചെയ്യരുതെന്ന് കൽപ്പിച്ചിരിക്കുന്നത് അത് ചെയ്യുവാനുള്ള ആഗ്രഹം പാപ സ്വഭാവത്തിൽ ഉളവാക്കുകയാണ് ചെയ്യുന്നത്. ഹല്ലേലൂയ. വിലക്കപ്പെട്ട കനികൾ മതിരിക്കുന്നവയാണെന്ന് തോന്നത്തക്ക വിധത്തിൽ ഹല്ലേലൂയ അതെ കാണിച്ച് അത് തീറ്റിച്ച് അതിന്റെ എല്ലാം ഫലമായി സംഭവിക്കുന്നത് എന്താ? മരണമാണ്. ഹല്ലേലൂയ. അതെ റോമാലേഖനം 7-ാം അധ്യായം അതിന്റെ 5-ാം വാക്യം, നാം ജഡത്തിലായിരുന്നപ്പോൾ ന്യായപ്രമാണത്താൽ ഉളവായ പാപരാഗങ്ങൾ മരണത്തിന് ഫലം കായ്ക്കത്തക്കവണ്ണം നമ്മുടെ അവയവങ്ങളിൽ എന്ത് ചെയ്യുന്നു? വ്യാപരിച്ചു പോകുന്നു. അത് ന്യായപ്രമാണം പാപങ്ങൾ എന്ത് ചെയ്യണം? ഉത്തേജിപ്പിച്ചു എന്ന് നമുക്ക് കാണുവാൻ കഴിയും. ഹല്ലേലൂയ. അങ്ങനെ നാം എന്ത് പറയുന്നു? ന്യായപ്രമാണം പാപമെന്നോ ഒരു നാളും അരുത്. എങ്കിലും ന്യായപ്രമാണത്താൽ അല്ലാതെ ഞാൻ പാപത്തെ അറിഞ്ഞില്ല. മോഹിക്കരുത് എന്ന ന്യായപ്രമാണം പറയാതിരുന്നെങ്കിൽ ഞാൻ മോഹത്തെ അറിയില്ലായിരുന്നു. പാപമോ അവസരം ലഭിച്ചിട്ട് കൽപ്പനയാൽ എന്നിൽ സകലവിധ മോഹത്തെയും ജനിപ്പിച്ച ന്യായപ്രമാണം കൂടാതെ പാപം നിർജീവമാകും. ഞാൻ ഒരു കാലത്ത് ന്യായപ്രമാണം കൂടാതെ ജീവിച്ചിരുന്നു. എന്നാൽ കൽപ്പന വന്നപ്പോൾ പാപം വീണ്ടും ജീവിക്കുകയും ഞാൻ മരിക്കുകയും ചെയ്തു. ഹല്ലേലൂയ. അതുകൊണ്ട് ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തികളാൽ ഒരു ജഡവും അവന്റെ സന്നിധിയിൽ എന്ത് ചെയ്യുന്നില്ല? നീതീകരിക്കപ്പെടുകയില്ല. ന്യായപ്രമാണത്താൽ പാപത്തിന്റെ പരിജ്ഞാനമത്രേ വരുന്നത്. ഹല്ലേലൂയ. ന്യായപ്രമാണമോ കോപത്തിന് ഹേതുവാണ്. ന്യായപ്രമാണം ഇല്ലാത്തിടത്ത് ലംഘനവുമില്ല. എന്നാൽ ലംഘനം പെരുകേണ്ടതിന് ന്യായപ്രമാണവും ഇടയിൽ ചേർന്ന് വന്നുവെങ്കിലും പാപം പെരുകിയെടുത്ത് കൃപ അത്യന്തം വർദ്ധിച്ചു. ഏതെങ്കിലും ചെയ്യരുതെന്ന് കൽപ്പിക്കപ്പെടുന്നത് പാപപ്രകൃതി അത് ചെയ്യാൻ എന്ത് ചെയ്യാണ്? ആഗ്രഹിക്കും. ഹല്ലേലൂയ. വിലക്കപ്പെട്ട ആ പഴങ്ങൾ അതെ നല്ലതായി തോന്നി, അത് മധുരമായി തോന്നി. ഹല്ലേലൂയ. എന്നാൽ അതിന്റെ അനന്തര ഫലം എന്തായിരുന്നു? മരണമായിരുന്നു. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ദൈവം ആക്കി വെച്ചിരിക്കുന്ന തോട്ടത്തിൽ ആയിരുന്ന ആദാമിന്റെയും ഹവ്വയുടെയും അതേ കുടുംബം തലമുറ തകർന്നു പോകുവാൻ കാരണം ദൈവം ചെയ്യരുതെന്ന് പറഞ്ഞത് ചെയ്യുവാൻ തക്കവണ്ണം അവരെ പ്രേരിപ്പിച്ച്, അവരെ പ്രലോഭിപ്പിച്ച്, അവരെ കൊണ്ട് ചെയ്യിപ്പിച്ച പിശാചിന്റെ കരവലയത്തിൽ അവരകപ്പെട്ടു പോയത് കൊണ്ടാണ്. ഹല്ലേലൂയ. നിങ്ങൾ ദാസന്മാരായി അനുസരിപ്പാൻ നിങ്ങളെ തന്നെ സമർപ്പിക്കുകയും നിങ്ങൾ അനുസരിച്ചു പോരുകയും ചെയ്യുന്നവന് ദാസന്മാർ ആകുന്നു എന്ന് അറിയുന്നില്ലയോ? ഒന്നെങ്കിൽ മരണത്തിനായി പാപത്തിന്റെ ദാസന്മാർ, അല്ലെങ്കിൽ നീതിക്കായി അനുസരണത്തിന്റെ ദാസന്മാർ തന്നെ. ഹല്ലേലൂയ. നിങ്ങൾക്ക് അന്ന് എന്തൊരു ഫലമുണ്ടായിരുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് ലജ്ജ തോന്നുന്നത് തന്നെ അതിന്റെ അവസാനം മരണമല്ലോ. ഹല്ലേലൂയ. അതുകൊണ്ട് നാം രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവസഭയുടെ അംഗമായി ജീവിക്കുവാൻ സമർപ്പിക്കപ്പെട്ട് കഴിയുമ്പോൾ ഉയരത്തിലുള്ളത് ചിന്തിക്കണം. ഹല്ലേലൂയ. ദൈവവുമായിട്ടുള്ള ബന്ധം നിലനിർത്തണം, കൂട്ടായ്മ ബന്ധം നിലനിർത്തണം. ഹല്ലേലൂയ. ഇവിടെയുള്ള ഭാവിയുടെ കൂടെയും ദുഷ്ടന്റെ കൂടെയും പരിഹാസികളുടെയും കൂടെയുള്ള കൂട്ടായ്മയുടെ കാര്യമല്ല ഞാൻ പറഞ്ഞത്. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് കൂട്ടായ്മ ആചരിച്ചതുപോലെ ഒരു ദൈവ പൈതല് വ്യക്തിപരമായി ദൈവവുമായിട്ടുള്ള കൂട്ടായ്മ ബന്ധം നിലനിർത്തണം. വചനം ധ്യാനിക്കണം, പ്രാർത്ഥിക്കണം, ആരാധിക്കണം. ആരാധിക്കുന്ന, പ്രാർത്ഥിക്കുന്ന, ദൈവവചനം ധ്യാനിക്കുന്ന നീതിമാനായ നിന്നെ തൊടുവാൻ ദുഷ്ട പിശാച് കടന്നു വരുമ്പോൾ നിന്റെ പ്രാണനെ തൊടുവാൻ അനുവദിക്കാതെ നിന്നെ പരിചയമായി വെളിപ്പെടുന്ന ഒരു ദൈവ സാന്നിധ്യമുണ്ട്. കർച്ചകളിൽ ഏറ്റവും അടുത്ത തുണയായി അത് വെളിപ്പെടുന്ന ഒരു
ദൈവ സാന്നിധ്യമുണ്ട്. പാപത്തിന്റെ ശമ്പളം മരണമത്രേ, ദൈവത്തിന്റെ കൃപാവരമോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ നിത്യജീവൻ തന്നെ. ഹല്ലേലൂയ. ഇവിടെയുള്ളവരുടെ കൈവെപ്പിലൊന്നും കൃപ വരത്തില്ല. കൃപ വേണമെങ്കിൽ നീതിമാനായി ജീവിക്കുവാൻ സമർപ്പിക്കപ്പെടണം. ഹല്ലേലൂയ. ആമേൻ. നീതിയോടെ ജീവിക്കുവാൻ സമർപ്പിക്കപ്പെട്ടിരിക്കുന്ന ഒരു ദൈവവൈതൽ ഉയരത്തിന് അഭിഷേകത്തിന് വേണ്ടി കാത്തിരിക്കണം. ഹല്ലേലൂയ. അങ്ങനെ കാത്തിരിക്കുന്നവരുടെ മേൽ പകരുന്ന അന്ത്യകാലത്ത് സകല ജനത്തിന്മേലും പകരുമെന്ന് പറഞ്ഞ ആത്മാവിന്റെ വരങ്ങൾ, കൃപകൾ ആമേൻ പ്രാപിപ്പാൻ നാം തയ്യാറാകണം. അതുകൊണ്ട് അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് പറഞ്ഞത്, ഞാൻ കർത്താവിൽ നിന്ന് പ്രാപിച്ച് നിങ്ങളെ ഫലമേൽപ്പിക്കുകയും ചെയ്യുന്നത് എന്തെന്നാൽ. അപ്പൊ നാം പ്രാപിക്കേണ്ടത് ആരിൽ നിന്നായിരിക്കണം? കർത്താവിൽ നിന്നായിരിക്കണം. ഹല്ലേലൂയ. ആമേൻ. ഇന്ന് രാത്രി അനീതി കൊണ്ട് സത്യത്തെ തടുക്കുന്ന മനുഷ്യരുടെ സകല അബുദ്ധിക്കും അനീതിക്കും നേരെ ദൈവത്തിന്റെ കോപം സ്വർഗത്തിൽ നിന്ന് വെളിപ്പെടുന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് അനീതി കൊണ്ട് സത്യത്തെ തടുക്കുന്ന മനുഷ്യരുടെ സകല അബുദ്ധിക്കും, അപ്പൊ ഭക്തിക്ക് ആമേൻ എതിരായി, ഹല്ലേലൂയ, അതെ നീതിക്ക് എതിരായി ഹല്ലേലൂയ നിൽക്കുന്നവരുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ കോപം എന്ത് ചെയ്യും? സ്വർഗത്തിൽ നിന്ന് വെളിപ്പെടും. ഹല്ലേലൂയ. ദൈവത്തെ കുറിച്ച് അറിയാവുന്നത് അവർക്ക് വെളിവായിരിക്കും. ഹല്ലേലൂയ. ദൈവം അവർക്ക് വെളിവാക്കിയല്ലോ. അവന്റെ നിത്യശക്തിയും ദിവ്യത്വമായി അവന്റെ അദൃശ്യ ലക്ഷണങ്ങൾ ലോക സൃഷ്ടി മുതൽ ഹല്ലേലൂയ അവന്റെ പ്രവൃത്തികളാൽ ബുദ്ധിക്ക് തെളിവായി വെളിപ്പെട്ടു വരുന്നു. അവർക്ക് പ്രതിവാദമില്ലാതിരിക്കേണ്ടതിന് തന്നെ. ആമേൻ. അവർ ദൈവത്തെ അറിഞ്ഞിട്ടും അവർ അവനെ ദൈവമെന്ന് ഓർത്ത് മഹത്വീകരിക്കുകയോ നന്ദി കാണിക്കുകയോ ചെയ്യാതെ തങ്ങളുടെ നിരൂപണങ്ങളിൽ വ്യർത്ഥരായി തീർന്ന് അവരുടെ വിവേകമില്ലാത്ത ഹൃദയം എന്ത് ചെയ്തു? ഇരുണ്ടുപോയി. ഹല്ലേലൂയ. ജ്ഞാനികൾ എന്ന് പറഞ്ഞുകൊണ്ട് അവർ മൂഢരായി പോയി. അച്ഛനായ ദൈവത്തിന്റെ തേജസ്സിന് അവർ ക്ഷയമുള്ള മനുഷ്യൻ, പക്ഷി, നാൽക്കാലി, ഇടജാതി എന്നിവയുടെ ആമേൻ രൂപസദൃശ്യമാക്കി മാറ്റിക്കളഞ്ഞു. അതുകൊണ്ട് ദൈവം അവരെ തങ്ങളുടെ ഹൃദയങ്ങളിൽ മോഹങ്ങളിൽ സ്വന്തം ശരീരങ്ങളെ തമ്മിൽ തമ്മിൽ അപമാനിക്കേണ്ടതിന് അശുദ്ധിയിലേൽപ്പിച്ചു. കണ്ടോ? ആമേൻ. പലരും ആമേൻ തമ്മിൽ തമ്മിൽ തല്ലിടിച്ച് തകർന്ന് തരിപ്പണമാകുന്നതിന്റെ പിന്നിലുള്ള കാരണം മനസ്സിലായോ? ഇന്ന് രക്ഷിക്കപ്പെട്ടവരാണെന്ന് പറഞ്ഞിട്ടും സ്നാനപ്പെട്ടവരാണെന്ന് പറഞ്ഞിട്ടും പല കുടുംബങ്ങളിലും കൊലപാതകങ്ങൾ നടക്കുന്നത് എന്തുകൊണ്ടാ? പല കുടുംബങ്ങളും തകർന്നുകൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ടാ? രക്ഷിക്കപ്പെട്ടെന്ന് പറഞ്ഞതാ, സ്നാനപ്പെട്ടെന്ന് പറഞ്ഞതാ, ദൈവസഭയുടെ അന്നമാണെന്ന് കേട്ടതാ, ഒക്കെ ശരിയാ. ആമേൻ. ദൈവത്തിന്റെ സത്യം അവർ വ്യാജമാക്കി മാറ്റിക്കളഞ്ഞു. സൃഷ്ടിച്ചവരെക്കാൾ സൃഷ്ടിയെ വലിച്ചാരാധിച്ചു. ആമേൻ. അവൻ എന്നേക്കും വാഴ്ത്തപ്പെട്ടവൻ. ആമേൻ എന്ന് പറഞ്ഞാൽ ദൈവത്തെ വെളിപ്പെടുത്തി തരുവാൻ വന്നവരെ ദൂതന്മാരാണെന്ന് കണ്ട് സങ്കല്പിച്ച് ആരാധിക്കുവാൻ മുമ്പോട്ട് വന്നവരോട് പറഞ്ഞു, നിങ്ങളെപ്പോലെ ഞങ്ങളും ഒരു മനുഷ്യനാ. പക്ഷെ ഇന്ന് ആമേൻ അതെ ദൈവത്തിന്റെ കൃപാവരം പ്രാപ്തന്മാരാണെന്ന് പറഞ്ഞിട്ട് ദൈവത്തിന് തുല്യം നിന്ന് ആമേൻ പേരെടുക്കുന്ന അനേകരുണ്ട്. ഹല്ലേലൂയ എന്ന് പറഞ്ഞാൽ ആമേൻ അവര് പറയും, നോ അങ്ങനൊന്നും അല്ല. എന്നാൽ ആമേൻ അനീതി കൊണ്ട് സത്യത്തെ തടുക്കുന്ന ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവം അവരെ അപമാന രാഗങ്ങളിൽ ഏൽപ്പിച്ച് അവരുടെ സ്ത്രീകൾ സ്വാഭാവിക ഭോഗത്തെ സ്വഭാവ വിരുദ്ധമാക്കി കളഞ്ഞു. ആമേൻ. അവണ്ണം പുരുഷന്മാരും സ്വാഭാവിക സ്ത്രീഭോഗം വിട്ട് അന്യോന്യം കാമം ജ്വലിച്ച് ആണോട് ആൺ അവലക്ഷണമായത് പ്രവർത്തിച്ച് ഇങ്ങനെ അവർ തങ്ങളുടെ വിഭ്രമത്തിന് യോഗ്യമായ പ്രതിഫലം തങ്ങളിൽ തന്നെ പ്രാപിച്ചു. ആമേൻ. ദൈവത്തെ പരിജ്ഞാനത്തിൽ ധരിപ്പാൻ ഇഷ്ടമില്ലാൻ തക്കവണ്ണം ദൈവം അവരെ ഉചിതമില്ലാത്തത് ചെയ്യുവാൻ നികൃഷ്ട ബുദ്ധി ഏൽപ്പിച്ചു. ആമേൻ. അപ്പോ ആമേൻ അതെ ദൈവ മക്കളുടെ ഇടയിൽ ഇത്തരക്കാരും പ്രബലപ്പെട്ടുകൊണ്ടിരിക്കുന്നത് കണ്ട് ആമേൻ വേദനിക്കുന്ന അനേകം നമുക്ക് ചുറ്റുമുണ്ട്. ഹല്ലേലൂയ. കുരുളക്കാർ, ഏഷണിക്കാർ, ദൈവദോഷികൾ, നിഷ്ഠൂരന്മാർ, ഗർവിഷ്ഠന്മാർ, ആത്മപ്രശംസക്കാർ, ബുദ്ധദോഷം സങ്കല്പിക്കുന്നവർ, മാതാപിതാക്കന്മാരെ അനുസരിക്കാത്തവർ. ഹല്ലേലൂയ. ബുദ്ധിഹീനർ, നിയമലംഘികൾ, വാത്സല്യമില്ലാത്തവർ, കനിവിറ്റവർ, ഈ വക പ്രവർത്തിക്കുന്നവർ മരണയോഗ്യർ എന്നുള്ള ആ ദൈവ നയം അവർ അറിഞ്ഞിട്ടും അവയെ പ്രവർത്തിക്കുക മാത്രമല്ല പ്രവർത്തിക്കുന്നവരിൽ എന്ത് ചെയ്യുന്നു? സന്തോഷിക്കുന്നു. ആകയാലെന്ത് നമുക്ക് വിശേഷതയുണ്ടോ? അശേഷമില്ല. യഹൂദന്മാരും യവനന്മാരും ഒരുപോലെ പാപത്തിൽ കീഴാകുന്നുവെന്ന് നാം ആമേൻ മുമ്പ് ആമേൻ പൗലോസ്ലിഹ പറയുകയാണ്. പറഞ്ഞിട്ടുണ്ടല്ലോ, തെളിയിച്ചല്ലോ. ഹല്ലേലൂയ. നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല. ഗ്രഹിക്കുന്നവനില്ല, ദൈവത്തെ അന്വേഷിക്കുന്നവനുമില്ല. എല്ലാവരും വഴിതെറ്റി ഒരുപോലെ കൊള്ളരുതാത്തവരായി തീർന്നു. നന്മ ചെയ്യുന്നവനില്ല, ഒരുത്തൻ പോലുമില്ല. ആമേൻ. അവരുടെ തൊണ്ട തുറന്ന ശവക്കുഴി, നാവ് കൊണ്ട് അവർ ചതിക്കുന്നു
നശിക്കുന്നു. സർപ്പവിഷം അവരുടെ അധരങ്ങൾക്ക് കീഴെയുണ്ട്. അവരുടെ വായിൽ ശാപവും കയ്പും നിറഞ്ഞിരിക്കുന്നു. അവരുടെ കാൽ രക്തം ചൊരിയുവാൻ ബന്ധപ്പെടുന്നു. നാശവും അരിഷ്ടതയും അവരുടെ വഴികളിലുണ്ട്. സമാധാന മാർഗം അവർ അറിഞ്ഞിട്ടില്ല. അവരുടെ ദൃഷ്ടിയിൽ ദൈവ ഭയമില്ല എന്നിങ്ങനെ എഴുതിയിരിക്കുന്നുവല്ലോ. അവൻ ന്യായപ്രമാണം പറയുന്നതെല്ലാം ന്യായപ്രമാണത്തിന് കീഴുള്ളവരോട്. ഹല്ലേലൂയ. യഹോവ ആ സൗരഭ്യ വാസന മണത്തപ്പോ യഹോവ തന്റെ ഹൃദയത്തിൽ അരുളി ചെയ്തത് ഇപ്രകാരമായിരുന്നു: ഞാൻ മനുഷ്യന്റെ നിമിത്തം ഇനി ഭൂമി എന്ത് ചെയ്യില്ല, ശപിക്കുകയില്ല. മനുഷ്യന്റെ മനോനിരൂപണം ബാല്യം മുതൽ ദോഷമുള്ളതാകുന്നു. ഞാൻ ചെയ്തതുപോലെ സകല ജീവികളെയും ഇനി എന്ത് ചെയ്യത്തില്ല, നശിപ്പിക്കുകയില്ല. കാരണം ഹൃദയം എല്ലാറ്റിനേക്കാളും കപടവും വിഷമുള്ളതാണ്. ആമേൻ. അത് ആരാന്നറിയുന്നവൻ ആരാ? ഹല്ലേലൂയ. അങ്ങനെ ദോഷികളായ ആമേൻ ഈ ഭൂമിയിലെ മക്കൾക്ക്, ഹല്ലേലൂയ, അതെ, ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുക്കാൻ അറിയുന്നുവെങ്കിൽ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് എത്രയധികം നന്മ കൊടുക്കും. ഹല്ലേലൂയ. അപ്പൊ എങ്ങനെയാണ് നമ്മുടെ പിതാവായി സർവശക്തനായ ദൈവം മാറ്റപ്പെടുന്നത്? പാപിയായി ഈ ഭൂമിയിലായിരിക്കുന്ന മനുഷ്യൻ പാപത്തെ ഉപേക്ഷിച്ച് നീതിമാനായി ജീവിക്കുവാൻ ദൈവം ഒരുക്കിയ രക്ഷയുടെ പദ്ധതിയാകുന്ന കർത്താവായ യേശു ക്രിസ്തുവിനെ അറിഞ്ഞ് ജീവിക്കുന്നതിലൂടെയാണ് നാം ദൈവമക്കളായി മാറുന്നത്. ഹല്ലേലൂയ. എങ്ങനെയെന്നാൽ ആമേൻ ദുശ്ചിന്ത, കൊലപാതകം, വ്യഭിചാരം, പരസംഗം, മോഷണം, കള്ളസാക്ഷ്യം, ദൂഷണം എന്നിവ ഹൃദയത്തിൽ നിറഞ്ഞിരിക്കുന്ന അവസ്ഥയ്ക്കൊരു മാറ്റം. ഹല്ലേലൂയ. അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്ന നിങ്ങളെയും അവൻ ഉയർപ്പിച്ച് അവയിൽ നിങ്ങളെ മുമ്പേ ഈ ലോകത്തിന്റെ കാലഗതിയെയും ആകാശത്തിൽ അധികാരത്തിനും അനുസരണക്കേടിന്റെ മക്കളിൽ ഇപ്പോൾ വ്യാപരിക്കുന്ന ആത്മാവിനും അധിപതിയായവനെ അനുസരിച്ചു നടന്നു. ഹല്ലേലൂയ. അവരുടെ ഇടയിൽ നാം എല്ലാവരും മുമ്പേ നമ്മുടെ ജഡമോഹങ്ങളിൽ നടന്ന് ജഡത്തിനും മനോവികാരങ്ങൾക്കും ഇഷ്ടമായത് ചെയ്തുകൊണ്ട് മറ്റുള്ളവരെ പോലെ പ്രകൃതിയാൽ കോപത്തിന്റെ മക്കളായിരുന്നു. ഹല്ലേലൂയ. ആകയാൽ ഞാൻ കർത്താവിൽ സാക്ഷീകരിച്ച് പറയുന്നത് എന്തെന്നാൽ, ജാതികൾ തങ്ങളുടെ വ്യർത്ഥബുദ്ധി അനുസരിച്ച് നടക്കുന്നത് പോലെ നിങ്ങളിനി നടക്കരുത്. ഹല്ലേലൂയ. അവർ അന്ധബുദ്ധികളായി അജ്ഞാന നിമിത്തം, ഹൃദയകാഠിന്യ നിമിത്തം തന്നെ ദൈവത്തിന്റെ ജീവനിൽ നിന്ന് അകന്ന് മനം തഴമ്പിച്ചു പോയവരാകയാൽ അത്യാഗ്രഹത്തോടെ സകല അശുദ്ധിയും പ്രവർത്തിപ്പാൻ ദുഷ്കാമത്തിന് തങ്ങളെ തന്നെ ഏൽപ്പിച്ചിരിക്കുകയാണ്. ഹല്ലേലൂയ. മുമ്പേ നാം ബുദ്ധികെട്ടവരും അനുസരണമില്ലാത്തവരും വഴിതെറ്റി നടക്കുന്നവരും നാനാ മോഹങ്ങൾക്കും ഭോഗങ്ങൾക്കും അധീനരും ഈർഷ്യയിലും അസൂയയിലും കാലം കഴിക്കുന്നവരും ആമേൻ ദോഷിതരും അന്യോന്യം പകയ്ക്കുന്നവരുമായിരുന്നുവല്ലോ. ഹല്ലേലൂയ. ദൈവം നസ്രനായ യേശു ക്രിസ്തുവിനെ പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും അഭിഷേകം ചെയ്ത് ദൈവം അവനോടുകൂടെ ഇരുന്നത് കൊണ്ട് അവൻ നന്മ ചെയ്തു. പിശാച് ബാധിച്ചവരെ ഒക്കെയും സൗഖ്യമാക്കിയും കൊണ്ട് സഞ്ചരിച്ചതുമായ വിവരം തന്നെ നിങ്ങൾ അറിയുന്നുവല്ലോ. ഹല്ലേലൂയ. ഇന്ന് രാത്രി ആ സത്യം അറിഞ്ഞ് ജീവിക്കുവാൻ കൃപ ലഭിച്ച ദൈവമക്കൾ നീതിമാന്മാരാണെന്ന് തിരിച്ചറിഞ്ഞ് ജീവിക്കുവാൻ സമർപ്പിക്കപ്പെട്ടവർ കരപടിച്ച് കർത്താവിന് മഹത്വം കൊടുത്താട്ട്. ഹല്ലേലൂയ. യേശു സ്നാനം ഏറ്റ് ഉടനെ വെള്ളത്തിൽ നിന്ന് കരയപ്പോൾ സ്വർഗം തുറന്ന് ദൈവാത്മാവ് പ്രാവുന്ന പോലെ ഇറങ്ങി തന്റെ മേൽ എന്ത് ചെയ്തു വരുന്നത് അനേകർ കണ്ടു. ഹല്ലേലൂയ. ഇവനെന്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് സ്വർഗത്തിൽ നിന്ന് ഒരു ശബ്ദവും ഉണ്ടായി. അതുകൊണ്ട് ദൈവമക്കളെ, ആമേൻ, നാം അത് നീതീകരിക്കപ്പെട്ട് അത് സ്നാനപ്പെട്ട് ദൈവ മക്കളായി കഴിയുമ്പോൾ നമ്മൾ ദൈവത്തിന്റെ പ്രിയരായി. ഹല്ലേലൂയ. പിന്നെ യേശു ഗലീലയിലൊക്കെയും ചുറ്റി സഞ്ചരിച്ചുകൊണ്ട് അവരുടെ പള്ളികളിൽ ഉപദേശിക്കുകയും രാജ്യത്തിന്റെ സുവിശേഷം പ്രസംഗിക്കുകയും ജനത്തിനുള്ള സകല ദീനത്തെയും വ്യാധിയെയും സൗഖ്യമാക്കുകയും ചെയ്തു. അപ്പോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ അവൻ നീതിപൂർവമായി ജീവിച്ചപ്പോൾ ആ യേശു ക്രിസ്തു നിമിത്തം അനേകർ സൗഖ്യമായി, അനേകർ വിടുതൽ പ്രാപിച്ചു. നാനാ വ്യാധികളിൽ വലഞ്ഞവർ, ഭൂതഗ്രസ്തർ, ചന്ദ്രൻ രോഗികൾ, പക്ഷവാതക്കാർ, ഇങ്ങനെ സകലവിധ ദിനക്കാരെ അവന്റെ അടുക്കൽ കൊണ്ടുവന്നു. പ്രിയമുള്ളവരെ, അവൻ ചെയ്തത് അധികം അവൻ വിശ്വസിക്കുന്നവർ ചെയ്യത്തക്ക വിധത്തിൽ ആമേൻ ദൈവം ആക്കി വെച്ചിരിക്കുന്ന അഭിഷക്തന്മാർ ആമേൻ ലോകത്തിന്റെ ആമേൻ അവിടെവിടങ്ങളിൽ ദൈവം ആക്കി വെച്ചിരിക്കുകയാണ്. ആ കൂട്ടത്തിൽ ആമേൻ കർത്താവിന്റെ വേല ചെയ്യുവാൻ വിളിക്കപ്പെട്ട ദൈവമക്കൾ ഇന്ന് രാത്രി എന്നോടൊപ്പം ഈ ലൈവിലുണ്ടെങ്കിൽ കരപടിച്ച് കർത്താവിന് മഹത്വം കൊടുത്താട്ട് യേശു പട്ടണം തോറും ഗ്രാമം തോറും സഞ്ചരിച്ച് അവരുടെ പള്ളികളിൽ ഉപദേശിച്ച് രാജ്യത്തിന്റെ സുവിശേഷം പ്രസംഗിക്കുകയും സകല ദിനവും വ്യാധിയും സൗഖ്യമാകുകയും ചെയ്തു. അപ്പൊ ദൈവരാജ്യത്തെ കുറിച്ച് പ്രസംഗിക്കുവാൻ, സുവിശേഷം പ്രസംഗിക്കുവാൻ കൃപ ലഭിച്ചവരാ ദൈവമക്കൾ. ഹല്ലേലൂയ.
ആമേൻ. അവൻ വളർന്ന നസ്രത്തിൽ വന്ന് ശബത്തിൽ തന്റെ പതിവ് പോലെ പള്ളിയിൽ ചെന്ന് വായിപ്പാൻ എഴുന്നേറ്റ് നിന്നു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം അവന് കൊടുത്തു. അവൻ പുസ്തകം വിടർത്തി ദരിദ്രന്മാരോട് സുവിശേഷം അറിയിപ്പാൻ കർത്താവിനെ അഭിഷേകം ചെയ്യുക. അവന്റെ ആത്മാവ് എന്റെ മേലുണ്ട്. ബദ്ധന്മാർക്ക് വിടുതലും കുരുടന്മാർക്ക് കാഴ്ചയും പ്രസംഗിപ്പാനും പീഡിതന്മാരെ വിടുവിച്ചയപ്പാനും. ഹല്ലേലൂയ. കർത്താവിന്റെ പ്രസാദവർഷം പ്രസംഗിപ്പാനും എന്നെ അയച്ചിരിക്കുന്നുവെന്ന് എഴുതിയിരിക്കുന്ന സ്ഥലം കണ്ടു. ഹല്ലേലൂയ. പിന്നെ അവൻ പുസ്തകം മടക്കി ശുശ്രൂഷക്കാരന് തിരികെ കൊടുത്തിട്ട് ഇരുന്ന് പള്ളിയിലുള്ള എല്ലാവരുടെയും കണ്ണ് അവങ്കൽ എന്ത് ചെയ്തിരുന്നു? പതിഞ്ഞിരുന്നു. ഹല്ലേലൂയ. അവൻ അവനോട്, ഇന്ന് നിങ്ങൾ എന്റെ വചനം കേൾക്കുകയും ഈ തിരുവഴുത്തിന് നിവൃത്തി വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു തുടങ്ങി. ഹല്ലേലൂയ. ദൈവപുത്രൻ എന്ന നിലയിൽ നിങ്ങൾ ദൈവത്താൽ അഭിഷേകം ചെയ്യപ്പെട്ടവരെന്നും നിങ്ങൾ നന്മ ചെയ്യുന്നില്ലെന്നും അവകാശപ്പെടുന്നുവെങ്കിൽ നിങ്ങളുടെ അഭിഷേകം ചോദ്യം ചെയ്യപ്പെടും. ആമേൻ. അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിച്ച് ദൈവമക്കളായി ജീവിക്കുവാൻ കൃപ ലഭിച്ച ദൈവമക്കളെ നിങ്ങളുടെ അഭിഷേകത്തെ ചോദ്യം ചെയ്യുവാൻ അനുവദിക്കരുത്. ഹല്ലേലൂയ. നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ദൈവമക്കൾ അനുഗ്രഹത്തിനായി സ്വയം നിലകൊള്ളുന്നു. ആമേൻ. ഒരു പരിധി പോലെ ദൈവം അവരെ എന്ത് ചെയ്യുന്നു? ആമേൻ. മറയ്ക്കുന്നു. ഹല്ലേലൂയ. ദൈവ സാന്നിധ്യം എപ്പോഴും അവർക്ക് അനുഭവിക്കുവാൻ കഴിയുന്നു. ഹല്ലേലൂയ. അവർ ചെയ്യുന്നതെല്ലാം അനുഗ്രഹവും ആയി തീരുന്നു. ഹല്ലേലൂയ. ഇന്ന് രാത്രി പ്രിയമുള്ളവരെ, നിങ്ങൾ അനുഗ്രഹിക്കപ്പെടുകയും ഹല്ലേലൂയ അനുഗ്രഹത്തിന് ഉടമകളായി മാറുകയും ചെയ്യപ്പെടത്തക്ക വിധത്തിൽ ഹല്ലേലൂയ. ആമേൻ. നിങ്ങളുടെ ഉത്തരം ഹല്ലേലൂയ അതെ എന്നാണെങ്കിൽ ഹല്ലേലൂയ നീതിപൂർവമായ ഒരു ജീവിതം നയിക്കുവാൻ തക്കവണ്ണം നിങ്ങൾ കടപ്പെട്ടവരാണ്. ഹല്ലേലൂയ. ആമേൻ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു നീതിമാനായിരുന്നത് കൊണ്ട് അവൻ പട്ടണങ്ങളിൽ ചെന്നപ്പോൾ, അവൻ ഗ്രാമങ്ങളിൽ ചെന്നപ്പോൾ ദൈവ പ്രവൃത്തി വെളിപ്പെടുവാൻ തക്കവണ്ണം ഇടയായി. അങ്ങനെ ക്രിസ്തുവിനെ പോലെ ക്രിസ്തുയേശുവിന്റെ ഭാവത്തിൽ ഇവിടെ ജീവിക്കുവാൻ കൃപ ലഭിച്ച ദൈവമക്കളെ ചെല്ലുന്ന ഗ്രാമങ്ങളിൽ, പട്ടണങ്ങളിൽ അനീതി ആമേൻ അത് കൊടികുത്തി വാഴുന്ന രാജ്യങ്ങളിലാകട്ടെ, പട്ടണങ്ങളിലാകട്ടെ, ഗ്രാമങ്ങളിലാകട്ടെ ദൈവപുത്രനിലൂടെ ദൈവ പ്രവൃത്തി വെളിപ്പെടുത്തിയതുപോലെ ഈ കാലഘട്ടങ്ങളിൽ നീതിമാന്മാരിലൂടെ ദൈവത്തിന്റെ പ്രവൃത്തിയെ ദൈവം വെളിപ്പെടുത്തുവാൻ തക്കവണ്ണം ആളുകളെ സ്നേഹിക്കുകയും അവരോട് ദയ കാണിക്കുകയും ചെയ്യുക. ഹല്ലേലൂയ. ആമേൻ. അതെ, ചിലത് വഴിയിൽ നിങ്ങളെ വേദനിപ്പിച്ചേക്കാമെന്ന് നാം ഓർത്തിരിക്കണം. ഹല്ലേലൂയ. ആളുകളോട് നല്ലവരായിരിക്കുന്നതിൽ നിന്ന് നിങ്ങളെ തടയുവാൻ അനേക വ്യക്തികൾ മുമ്പോട്ട് വന്നിരിക്കും. ഹല്ലേലൂയ. നിങ്ങളെ ശക്തിപ്പെടുത്തുവാനും നന്മ ചെയ്യുവാനുള്ള അന്വേഷണത്തിലേക്ക് നിങ്ങളെ നയിക്കുവാനും നിങ്ങൾ എപ്പോഴും പരിശുദ്ധാത്മാവുമായി സഹകരിച്ച് അത് പരിശുദ്ധാത്മാവിന് വിധേയപ്പെട്ട് ജീവിക്കുവാൻ തക്കവണ്ണം ഇടയാകണം. പ്രയാസകരമായ സമയങ്ങളിൽ ആമേൻ അവൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. അതിനാൽ നിങ്ങൾ വിട്ടുവീഴ്ചയ്ക്ക് ആമേൻ തയ്യാറാകാതെ പാപത്തിൽ ആമേൻ അതെ ജീവിക്കുന്നതിന് പ്രാണത്യാഗത്തോളം എതിർത്ത് നിൽക്കുവാൻ തയ്യാറായി. ഹല്ലേലൂയ. നിങ്ങൾ പാപം ചെയ്താൽ മാനസാന്തരപ്പെട്ട് അവന്റെ പാപമോചനത്തിനായി അനുതാപത്തോടെ ആമേൻ അതെ ദൈവസന്നിധിയിൽ നിലമ്പാട് വീണ് കരയുവാൻ തയ്യാറായ ഇന്നലകളിൽ സംഭവിച്ച കുറവുകളെ ദൈവം നികത്തി നിങ്ങളെ ശക്തീകരിച്ച് ബലത്തോടെ മുമ്പോട്ട് നയിപ്പാൻ തക്കവണ്ണം ഇടയായി തീരും. നീതിപൂർവമായ ജീവിതം എണ്ണമറ്റ അനുഗ്രഹങ്ങളും പ്രീതിയും നിറഞ്ഞതാണെന്ന് സത്യവേദം നമ്മെ പഠിപ്പിക്കുകയാണ്. അപ്രകാരം ഒരു ജീവിതത്തിനുടമയായി ഈ സിട്ടായി ജീവിക്കുവാൻ ആഗ്രഹിക്കുന്നവർ ഇന്ന് രാത്രി കണ്ണുകളടയ്ക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. എണ്ണമറ്റ അനുഗ്രഹങ്ങൾ ഹല്ലേലൂയ നമ്മുടെ മേൽ ചൊരിയുവാൻ സർവശക്തനായ ദൈവം അതേ മതിയായവനാണ്. എല്ലാ കണ്ണുകളും അടച്ചാട്ട്. സ്വർഗ്ഗീയ പിതാവേ, ഇന്ന് രാത്രി കർത്താവായ യേശു ക്രിസ്തുവിലൂടെ ഞങ്ങളെ നീതിമാനാക്കി ആമേൻ ജീവിക്കുവാൻ കൃപ നൽകിയതിനായി നന്ദി പറയുന്ന കർത്താവേ, ഞങ്ങളുടെ കഴിഞ്ഞകാല ജീവിതത്തിലെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് കരുണാമയനായ ദൈവത്തിന്റെ സന്നിധിയിൽ നീതിമാന്മാരായി ജീവിക്കുവാൻ ഉതകത്തക്ക വിധത്തിൽ അവിടുന്ന് ഞങ്ങൾക്ക് നൽകിയ കൃപയ്ക്കായി സ്തോത്രം. നീതിപൂർവമായി ജീവിതം നയിക്കുവാൻ ഹല്ലേലൂയ ഇന്ന് രാത്രി തീരുമാനിച്ചിരിക്കുന്ന എല്ലാവരും യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കപ്പെടുന്ന കർത്താവേ, യേശുവിന്റെ നാമത്തില് ഈ ഭൂമിയില് ജീവിക്കുമ്പോൾ പ്രയാസകരമായ ആമേൻ അനുഭവങ്ങൾ ജീവിതത്തിന് മുമ്പിൽ കടന്നു വരുമ്പോൾ പരിചയമായി വെളിപ്പെടുന്ന ദൈവ സാന്നിധ്യം, വെളിച്ചമായ രക്ഷയായ കോട്ടയായ സങ്കേതമായ നഗരമായ യേശുവിന്റെ സാന്നിധ്യം, സർവശക്തനായ ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് ജീവിപ്പാൻ കൃപ ലഭിച്ച ദൈവമക്കളെ അങ്ങ് സൂക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്യണമേ. പൂർവാധിക ശക്തിയോടെ കർത്താവിന്റെ വേലയുടെ മുഖത്ത് ശക്തമായി പ്രയോജനപ്പെടുവാൻ കർത്താവ് എല്ലാവരെയും സഹായിക്കണം. നായകനായി അവരോട് കൂടെ ഇരുന്ന് ഹല്ലേലൂയ
അവരെ നയിക്കണമേ. ആ നിഷ്കളങ്ക സ്നേഹത്തിനുടമകളായി അനേകരെ സ്നേഹിക്കുവാൻ, കരുതുവാൻ, പരിപാലിക്കുവാൻ, അനേകരെ നിത്യതയ്ക്ക് വേണ്ടി വേർതിരിപ്പാൻ ഉതകത്തക്ക വിധത്തിൽ മാതൃകപരമായ ജീവിതം നയിപ്പാൻ എല്ലാവരെയും സഹായിച്ചാട്ടെ. ഇന്ന് രാത്രി കേൾപ്പിച്ച വചനങ്ങൾക്കായി ഒരിക്കൽ കൂടെ നന്ദി പറയുന്ന കർത്താവേ, യഹോവ നീതിമാനെ അനുഗ്രഹിക്കും. പരിചകൻ എന്നപോലെ നീ ദയ കൊണ്ട് അവനെ മറയ്ക്കും. ഹല്ലേലൂയ. യഹോവ തന്റെ ജനത്തിന് ശക്തി നൽകും. യഹോവ തന്റെ ജനത്തെ സമാധാനം നൽകി അനുഗ്രഹിക്കും. ഹല്ലേലൂയ. ആമേൻ. ഇന്ന് രാത്രി ആമേൻ തല ഉയർത്തുന്ന മഹത്വമായ, പരിചയായ, ബലമായ സ്വർഗത്തിലെ ദൈവമേ, ഹല്ലേലൂയ. ഇന്ന് രാത്രി അങ്ങയുടെ നാമം ചൊല്ലി പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഞാൻ ജനത്തെ അനുഗ്രഹിക്കുകയാണ്. എന്റെ ബലവും എന്റെ പരിചയവും അതെ ആ തല ഉയർത്തുന്നവരും ആയിരിക്കുന്ന എന്റെ സഹായമായിരിക്കുന്ന ദൈവത്തിൽ ഉല്ലസിക്കുവാൻ ഉതകത്തക്ക വിധത്തിൽ പ്രവൃത്തിയിൽ വലിയവനായ ദൈവത്തിന്റെ കരം എല്ലാവരെയും തൊട്ട് അനുഗ്രഹിച്ചിരിക്കുന്നു. അങ്ങയുടെ നാമം നൽകി ആമേൻ അങ്ങയുടെ നാമം ചൊല്ലി പിതാവിന്റെ പുത്ര പരിശുദ്ധാത്മാവിൻ നാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. സ്വർഗം അങ്ങനെ ചെയ്യുന്നവർക്കായി അടിയങ്ങൾക്കായി കർത്താവിൻ നാമത്തിൽ താഴ്മയായിരിക്കുന്നു. കൃപയോടെ കേൾക്കണം അൻപുള്ള പിതാവേ. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിലെ വചന ശുശ്രൂഷ നിങ്ങൾക്ക് അനുഗ്രഹമായി തീർന്നെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം, നിങ്ങളുടെ നിർദ്ദേശങ്ങൾ ഞങ്ങളെ അറിയിക്കുക. നിങ്ങൾക്ക് ഇത് അനുഗ്രഹമായി തീർന്നെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക്, നിങ്ങളുടെ മാതാപിതാക്കൾക്ക്, നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുവാൻ തയ്യാറാകുക. ഒരു പാപി മാനസാന്തരപ്പെട്ട സ്വർഗം സന്തോഷിക്കും. ഒരാത്മാവ് ഭൂലോകത്തെക്കാൾ വിലയുള്ളതാ. സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതാ. ഹല്ലേലൂയ. അതുകൊണ്ട് സ്നേഹതീരം പ്രയർ ഫാമിലിയുടെ ഈ കൂട്ടായ്മയോട് സഹകരിക്കുന്ന എല്ലാ ദിവസവും ആമേൻ മുടങ്ങാതെ ആമേൻ ഈ കൂട്ടായ്മയിൽ കടന്നു വരികയും പ്രാർത്ഥിക്കുകയും അനേകരുടെ അനുഗ്രഹത്തിനും വിടുതലിനും ഷെയർ ചെയ്യുകയും ചെയ്യുന്ന എല്ലാവരും അവരുടെ കുടുംബങ്ങളിൽ, തലമുറകളിൽ ദൈവം അനുഗ്രഹിക്കട്ടെ. ആമേൻ. അതെ, യൂട്യൂബില് സ്നേഹതീരം പ്രയർ ഫാമിലി എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക. അത് നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇന്നത്തെ തലമുറ ആമേൻ നശിച്ചുകൊണ്ടിരിക്കുമ്പോൾ യൂട്യൂബിൽ ആമേൻ നിങ്ങൾ ഷെയർ ചെയ്താൽ അവർക്ക് കാണുവാൻ കഴിയുമല്ലോ. ഹല്ലേലൂയ. ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരൻ പാസ്റ്റർ ഷിജു ജോസ്, സ്നേഹതീരം പ്രയർ ഫാമിലി, ശുഭരാത്രി.